പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും പ്രേക്ഷകരോടൊപ്പം വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ, ജീവിതത്തിൽ വേറിട്ട അനുഭവങ്ങളുമായി നമ്മോടൊപ്പം അനേക പ്രിയപ്പെട്ടവരെ ദൈവം ഓരോ ദിവസവും അയച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ കുൽസു സിസ്റ്ററാണ്. പ്രിയ സിസ്റ്റർ തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ഏവർക്കും ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ ജീവിതാനുഭവങ്ങൾ കേൾക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ കുൽസു സിസ്റ്ററിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഞാൻ അരോമ ടിവിക്ക് നന്ദി പറയുന്നേ, അതേപോലെ പാഷനും കുടുംബത്തിനും ദൈവത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി അർപ്പിക്കുന്നു. പിന്നെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ദൈവത്തിനെ അറിഞ്ഞ് വന്നതാണ്. ഞങ്ങൾ 9 മക്കളാണ്. അതിൽ 9ാമത്തെ ഞാൻ ഞങ്ങൾ കേരളത്തിൽ നിന്ന് കർണാടക സ്റ്റേറ്റിൽ വന്ന് ജീവിച്ചതാണ്. എൻ്റെ പിതാവിന് ജോലി ഇവിടെയായിരുന്നു. അതുകൊണ്ട് കർണാടകയിലാണ് ജനിച്ചു വളർന്നതും പഠിച്ചതും എല്ലാം കർണാടകയിലാണ്. ഞാൻ ദൈവത്തിനെ അറിഞ്ഞത്, എൻ്റെ ദൈവം എങ്ങനെ അറിഞ്ഞെന്നുള്ളത് ഞാൻ ഇതിൽ അറിയിക്കാൻ പോവുകയാണ്. അത് അറിഞ്ഞത് അറിയിപ്പിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനെ ഒരുപാട് ആൾക്കാർ അറിഞ്ഞു വരണമെന്നുള്ളതാണ് ഞാൻ ഇതിൽ സാക്ഷ്യം പറയുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ മാതാപിതാക്കൾ മരിച്ചു, ഭർത്താവ് മരിച്ചു. എനിക്കൊരു മകൻ മാത്രമേ ഉള്ളൂ. അവൻ പഠിക്കുകയാണ്. ഞാനും ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ജോലിയൊന്നും എടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലായുള്ളത്. എൻ്റെ ചെറുപ്പകാലത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കർത്താവിനോട് വളരെ അടുപ്പാണ്. ഞങ്ങളുടെ അടുത്ത് കത്തോലിക്കക്കാരുണ്ടായി, പക്ഷെ അവരെ കണ്ടിട്ടൊന്നുമല്ല. എനിക്ക് എന്തോ എൻ്റെ ദൈവത്തിനോട് വളരെ കൂടുതൽ അടുപ്പാണ്. ഞങ്ങളെ വീട്ടിൽ ഒരു ചെറിയൊരു റേഡിയൻ ഉണ്ട്. പണ്ടത്തെ ആ റേഡിയൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കൊങ്ങിണി ഭാഷയിൽ ദൈവത്തിന്റെ പാട്ട് വരും രാവിലെ 5 മണിക്ക്. ആ പാട്ട് ഞാൻ ഉറങ്ങുന്നിടത്ത് ചെവിട്ടിൻ്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ പാട്ട് കേൾക്കും. അപ്പം അതാ എൻ്റെ പിതാവ് നേരത്തെ എണീക്കും, 4 മണിക്കെല്ലാം എണീക്കും. അപ്പൊ ആ ശബ്ദത്തിൽ ഞാൻ ഉണരും. അങ്ങനെ അത് കേട്ട് അതിൽ നിന്ന് ഞാൻ ദൈവത്തിന്റെ പാട്ടുകൾ ആസ്വദിച്ച് വളരെ അങ്ങത്തോളം ആസ്വദിച്ചു. അതേപോലെ എന്നെ ചെറുപ്പത്തിൽ എന്നെ മൂത്ത ചേച്ചി മദ്രസയിൽ പോകുന്ന സമയത്ത് എന്നെ എടുത്തിട്ട് കൊണ്ടുപോകും. അന്ന് വളരെ വിഷമത്തിലാണ്. അന്ന് അവിടെ ഉച്ചക്ക് കഞ്ഞി കൊടുക്കും. ആ കഞ്ഞി തരാൻ വേണ്ടിയിട്ട് എന്നെ എടുത്തിട്ട് പോകുന്നത്. വളരെ വിഷമത്തിലാണ് ഞങ്ങളെ കുടുംബം ജീവിതം പോയോണ്ടുണ്ടായത്. അപ്പൊ ആ കഞ്ഞിക്ക് വേണ്ടി എന്നെ എടുത്തിട്ട് കൊണ്ടുപോകും. അത് നല്ല ഓർമ്മയുണ്ട്. എനിക്കൊരു 3 വയസ്സേ ഇല്ലു. അപ്പൊ അടുത്ത വീട്ടിലെ ഒരു കുട്ടീൻ്റെ ഉടുപ്പ് മേടിച്ചിട്ടിട്ടാണ് എന്നെ എടുത്തു കൊണ്ടുപോകും. വൈകുന്നേരം വരുമ്പോൾ ആ ഉടുപ്പ് അലക്കി അവർക്ക് തിരിച്ചു കൊടുക്കും. അത്രയും ഒരു വിഷമായിരുന്നു ഉണ്ടായത് അന്നത്തെ ആ സമയത്ത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എന്നെ അവിടെ മദ്രസയിൽ പിന്നെ 4 വയസ്സാകുമ്പോൾ ചേർത്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുക അവിടെ മദ്രസയിൽ. സ്കൂളിൽ പിന്നെ ആറാം വയസ്സിൽ സ്കൂളിൽ ചേർക്കുക. 1ാം ക്ലാസ്സിൽ ഞാൻ മദ്രസയിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹാള് പോലെ, ഇന്നെല്ലാണ് ക്ലാസ് മുറികളെല്ലാം മാറ്റം. അന്ന് ഒരേ മുറി തന്നെ ഇങ്ങനെ 2ാം ക്ലാസ്, 1ാം ക്ലാസ്, 3ാം ക്ലാസ് മറ്റിങ്ങനെ ബെഞ്ചുകൾ മാറ്റിയിട്ടിരുന്നു. അപ്പൊ ഏറ്റവും ബാക്കിൽ ഞാൻ 1ാം ക്ലാസ്സിൽ ഇരിക്കുകയാണ്. അപ്പം മുമ്പിലത്തെ ബെഞ്ചി 3ാം ക്ലാസ് 4ാം ക്ലാസ് കുട്ടികൾക്ക് ഉസ്താദന്മാർ പാട്ടെടുക്കുന്ന സമയത്ത് ബാക്കിലത്തെ കുട്ടികളെല്ലാവരും നിശബ്ദമായിട്ട് ഇരിക്കാൻ പറയും. അങ്ങനെ ഞാനെല്ലാം നിശബ്ദമായിട്ട് ഇരിക്കുമ്പോൾ മൂസാ നബിന്റെ കഥ പറഞ്ഞു. അത് കഴിഞ്ഞ് ഈസാ നബിന്റെ കഥകൾ പറയാൻ തുടങ്ങി. അപ്പം ഈസാ നബിന്റെ കഥകൾ പറയുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞു, ഈസാ നബി ഒരു അത്ഭുത പുത്രനാണ്. ഈ ലോകത്ത് കന്യാമറിയത്തിന് അള്ളാഹു കൊടുത്തതാണ്. മലായിക്യങ്ങളോട് ഗർഭപാത്രത്തിൽ ഊതിയിട്ട് അത്ഭുത പുത്രനാണ്. ഈ ലോകത്ത് ലോകാവസാനത്തിൻ്റെ അന്ന് ഇറങ്ങി വരും. പിശാചിനെ കൊല്ലാന് ഈസാ നബിക്ക് മാത്രമേ ആവൂ, മറ്റുള്ള ഒരു നബിമാർക്കും ആവൂല എന്ന് പറഞ്ഞു. ഇത് ഞാൻ അന്ന് എൻ്റെ മനസ്സിലന്ന് തറച്ചാടെ വെച്ചു.
അപ്പൊ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. പല ദിവസങ്ങൾ ഞാൻ ഈസാ നബിനെ പറ്റി ചിന്തിക്കും. എൻ്റെ മനസ്സിൽ ദൈവം തന്നൊരു ഇതാണ് ഞാൻ. അപ്പൊ ഞാൻ ചിന്തിക്കും, വേറെ എത്രയോ നബിമാരുണ്ട്. മുഹമ്മദ് നബിനെ പറയുന്നുണ്ട്, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, ഇങ്ങനെ പറഞ്ഞ് പല നബിമാരും പറയുന്നുണ്ട്. യാക്കൂബ് നബി, ഇസ്മായിൽ നബി, ഇങ്ങനെ പല നബിമാരും പറയുന്നുണ്ട്. ഒരാളും ലാസ്റ്റ് വരൂല. അവസാന ലോകാവസാനത്തിന്റെ അന്ന് പിശാചിനെ കൊല്ലുവാൻ വേണ്ടി ഈസാ നബി വരുന്നു എന്നില്ല മനസ്സിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് 5 വയസ്സ് കഴിഞ്ഞ് 6 വയസ്സായി, 7 വയസ്സ്, 8 വയസ്സായി. 8 വയസ്സാകുന്ന സമയത്ത് അടുത്ത വീട്ടില് പോവും ഞാൻ. പക്ഷെ അവരെ പ്രാർത്ഥനയുടെ സമയത്തൊന്നും അല്ല പോകുന്നത്, അല്ലാത്ത സമയത്ത് പോകുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ കുരിശും കാര്യങ്ങളെല്ലാം വെച്ച് അവര് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരിങ്ങനെ ബൈബിൾ വായിക്കുമ്പോ പറയും, എൻ്റെ അടുത്ത് പറഞ്ഞതാ, മരിച്ച് മരിച്ച് ഈസാ നബിനെ കുരിശ് തൂക്കി മരിച്ച് നമ്മക്ക് വേണ്ടി മരിച്ച് ആ ഈസാ നബി 3-ാമത്തെ ദിവസം കല്ലറ തുറന്ന് പുറത്തേക്ക് വന്ന് വീണ്ടും ജീവനോട് ജീവിക്കുന്ന ദൈവമാണെന്ന്. അപ്പൊ എന്റെ മനസ്സിൽ വീണ്ടും ഒന്നും കൂടി ഇതാകാൻ തുടങ്ങി. അങ്ങനെ ഇതാകാൻ തുടങ്ങുമ്പോൾ ഞാനിങ്ങനെ പല പ്രാവശ്യം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആരാധിക്കാൻ തുടങ്ങി. ഈ പാട്ടുകൾ ഇങ്ങനെ കേൾക്കും ഞാൻ. രാത്രി കേൾക്കും ഞാൻ. യേശുവിന്റെ എവിടെ വന്നാലും ഒരു പാട്ട് വന്നാൽ വളരെ ആനന്ദം എനിക്ക്, വളരെ അടുക്കും. മദ്രസയിൽ പോയി നിന്നല്ലാണ്ട് ഞാനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. വായ്പാടം മാത്രമേ പഠിച്ചിട്ടുള്ളൂ, കാണാപ്പാടം. അല്ലാണ്ട് അക്ഷരം നോക്കിയിട്ടൊന്നും വായിക്കാനോ എനിക്കറിയില്ല. അങ്ങനെ ഞാനൊരു 3-ാം ക്ലാസ് വരെ എന്ന് പറഞ്ഞാൽ 3-ാം ക്ലാസ് വരെ പോയിട്ടുണ്ട്. ഒന്നും അറിയില്ല. ഇവര് വെറുതെ തട്ടിക്കയറ്റി അങ്ങ് വിടലാണ്. അടി വാക്കിയും കിട്ടും, അടി ഇഷ്ടം പോലെ കിട്ടും. എഴുതാൻ പറഞ്ഞാല് എനിക്ക് എഴുതി കൊണ്ടുപോകില്ല നോട്ടില്. അപ്പൊ ഒരു മാസത്തിൽ ഒരിക്കൽ ഉസ്താദ് നോക്കും നോട്ട് ബുക്കിന് വഴിയില്ല, സ്ലേറ്റിൽ എഴുതി കൊണ്ടുപോകും. അത് മാഞ്ഞു പോകും. സ്ലേറ്റ് ബാഗില്ല, അപ്പൊ ഇങ്ങനെ ഒക്കത്ത് വെച്ചിട്ടാണ് ബുക്ക് കൊണ്ടുപോകും. അത് ബുക്ക് തട്ടി നോട്ട് ബുക്ക് തട്ടി അത് മാഞ്ഞു പോകും. അങ്ങനെ 30-ാമത്തെ ദിവസം 30 അടിയാണ് കിട്ടുക. 2 കൈക്കും 15 അടി, പച്ച വടിയിൽ അടിക്കുക. എനിക്കങ്ങ് വെറുത്ത് ഞാൻ ഉസ്താദുമാരെല്ലാം ശപിക്കും നിന്നിട്ട്. ഞാൻ ഈ അടി വാങ്ങി കൈയെല്ലാം വണ്ണം വെച്ച് വരും. എൻ്റെ കൈയെല്ലാം ഇങ്ങനെ ചോറ് പതക്കുമ്പോൾ അതിന്റെ മുകളിൽ ഇങ്ങനെ ചൂടാക്കാൻ പറയും. വെളിച്ചെണ്ണ വെട്ടിയിട്ട് എൻ്റെ മാതാവ് ചൂടാക്കി തരും. അങ്ങനെ എനിക്ക് വെറുപ്പ് അങ്ങോട്ടേക്ക്, വല്ലാണ്ട് വെറുപ്പ്. എനിക്ക് ഈ കർത്താവിന്റെ ഭയങ്കര ആനന്ദം. എനിക്ക് കർത്താവിന്റെ ഗാനങ്ങളാട്ടെ എന്ത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആനന്ദം. പിന്നെ അവിടെ പോകുമ്പോൾ ഞാൻ കർത്താവിനെ വിളിക്കാൻ തുടങ്ങി. എൻ്റെ ഹൃദയം കൊണ്ട് തന്നെ ഞാൻ വിളിക്കാൻ തുടങ്ങി. തന്നെത്താനെ ഞാൻ അങ്ങ് വിളിച്ചു പോകുന്നതാ, എനിക്കറിയൂല. അങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ എല്ലാത്തിനും ഞാൻ ഭയങ്കര ആനന്ദം. അങ്ങനെ ഒരു ദിവസം ഒരു 10 വയസ്സുണ്ടാകുന്ന സമയത്ത് ഞാൻ കളിക്കാൻ പോയിട്ടെല്ലാം വരുമ്പോൾ, എൻ്റെ ചേച്ചിന്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ കുറച്ച് സന്ധ്യയായിപ്പോയി. അപ്പൊ എന്നെ പിടിച്ച് വീട്ടിലുള്ളവർ അടിച്ചു. നീ ഈ നേരത്ത് വരുന്നല്ലേ എന്ന് പറഞ്ഞു. അടിച്ചപ്പം ഞാൻ എന്തായെന്ന് എനിക്കെന്നെ അറിയില്ല. ഞാൻ ബോധം കിട്ടു കൊണ്ടുപോയോ, ഞാൻ എന്തായെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഞാൻ ഒരുപാട് കരഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നിന്നിടത്ത് തന്നെ ഇങ്ങനെ തന്നെ ഉണ്ട്. എനിക്ക് കാണാൻ ഞാൻ നിന്നിടത്ത് തന്നെ ഉണ്ട്. അവസാനം എൻ്റെ മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. ആ ആള് വലിയൊരു മനുഷ്യൻ, വെള്ള ഉടുപ്പിട്ടിട്ടുണ്ട്. അപ്പൊ എൻ്റെ മനസ്സിൽ വരുന്ന ഇത് ഉസ്താദാ വന്നത് എന്ന്. പിന്നെ നോക്കുമ്പോ അല്ല, എന്നെ അപ്പം വിളിക്കുന്നുണ്ട്. എൻ്റെ മകളെ, നീ എന്തിനാ കരയുന്നു? നീ കരയണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഈ ചെറുതല്ലേ, ഞാനിപ്പം മേലോട്ട് ഇങ്ങനെ നോക്കുന്ന മുഖം. അപ്പൊ എൻ്റെ കണ്ണെല്ലാം ഇങ്ങനെ തന്നെ ഒരേ നിർത്താൻ നിൽക്കുന്ന, ഞാൻ ഒരേ നോട്ടം നോക്കുന്നുണ്ട്. ആ പ്രകാശം ഇങ്ങനെ കാണുന്നുണ്ട്. എൻ്റെ കണ്ണിൽ ഇങ്ങനെ ഭയങ്കര തിളങ്ങുന്നു കിടന്നിട്ട്. അപ്പൊ ഞാൻ വിചാരിക്കും, എന്താ സൂര്യനാണോ? സൂര്യനേക്ക് നേരിട്ട് നോക്കാൻ പറ്റൂലല്ലോ എന്നല്ല എൻ്റെ ഹൃദയത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കൈ എൻ്റെ തലയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞു. വെച്ചപ്പോ ഞാൻ വിചാരിക്കും, ഇതാരാ എൻ്റെ തലയിൽ കൈവെക്കുന്നത്? അപ്പോഴേക്ക് ഇവരെന്താക്കി, എൻ്റെ മുഖത്ത് എന്തോ വെള്ളം ഒഴിച്ച് ഞാൻ അങ്ങ് നെട്ടിപ്പോയി. ഇവരെ വിചാരം ഞാൻ എന്തോ ആയി എന്ന് മനസ്സിലാ. അങ്ങനെ ഇവര് വെള്ളം ഒഴിച്ചപ്പോ ഞാൻ വീണത് താഴേക്ക് ഞാൻ താഴേക്ക് വീണ് കഴിഞ്ഞപ്പോ ഇവര് പറയുക, ഞങ്ങൾ നിന്നെ അടിച്ച സമയത്ത് നീ ഉയർന്ന് പൊന്തിപ്പോയി. നീ എവിടത്തേക്ക് പൊന്തി? നിന്റെ മേത്ത് പിശാചി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ എത്ര ഉയരത്തില് ഇങ്ങനെ പൊന്തിപ്പോയിട്ട് അങ്ങനെ നിന്ന് നീങ്ങി ഇവര് പറയുന്നു. അങ്ങനെ ഇവര് എല്ലാരും കൂടി പിന്നെ മന്ത്രവാദിന്റെ അടുത്ത് കൊണ്ടുപോകും. ഇതെല്ലാം ആയി ചരട് കെട്ടി അപ്പം ഞാൻ പൊട്ടിച്ചു കളയും. ചരട് കെട്ടി അപ്പം ഞാൻ പൊട്ടിക്കും. ഉറുക്ക് കെട്ടിയാലും പൊട്ടിച്ചു കളയും ഞാൻ. എന്ത് കെട്ടിച്ച പിന്നെ ഇവര് എന്റെ കൈയും കാലെല്ലാം പിടിച്ചു വെച്ചിട്ട് ഉയ്യലും പിടിക്കലും എനക്കാണെങ്കിൽ ഒന്നുമില്ല. അപ്പൊ എന്റെ ഹൃദയത്തിലെല്ലാം ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ഞാൻ നിന്റെ കൂടെ ഉണ്ട് മകളെ, ഞാനാണ് യേശു, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എന്റെ മനസ്സിൽ തിളങ്ങുന്നോളം ഇവര് കെട്ടുമ്പോ ഒരൊറ്റ പൊട്ടിക്കല.
ഒരു വലിയ ചരടിട്ട് കെട്ടി, വലിയ ചരട് മന്ത്രിച്ചിട്ട് കൗത്തിൽ കെട്ടി ഞാൻ ഒരൊറ്റ വരിക്ക് പൊട്ടിച്ചു കളഞ്ഞു. അപ്പൊ ഇവര് പറയും ഇവക്ക് ഭയങ്കരമായിട്ട് പിശാച് കൂടിയ ശക്തിയാണ് ഈ കാണിക്കുന്നത് എന്നിട്ട് എന്നെ അടിക്കലുമാണ്. ചൂരൽ മേടിച്ച് പൊട്ടിച്ചു, ചൂരൽ മേടിച്ച് മൊയിലാറിന്റെ അടുത്ത് പൊട്ടിച്ചു. അങ്ങനെ പല പല ഇവര് ചെയ്യുന്നതെല്ലാം ഞാൻ നേരെ വിപരീതം ചെയ്യും. അങ്ങനെ ഇവര് പിന്നെ പറഞ്ഞ് ഇവർക്ക് മന്ത്രവാദിയാക്കി മന്ത്രം ചെയ്തിട്ട് പുഴയിൽ ഒലിപ്പിച്ചു വിടണം, അപ്പൊ ഇവൾക്ക് പോകും. ഇവരെന്തല്ലോ ചെയ്ത് എനക്ക് യാതൊന്നുമില്ല. പക്ഷെ ഞാൻ എവിടെയോ പോകുമ്പോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പല്ല എനിക്ക് ഇവരെന്തെങ്കിലും പറഞ്ഞ് എന്നെ വേദനിപ്പിച്ച് വിഷമിച്ച് എനിക്ക് ബോധം കിട്ടുമോ. അപ്പൊ ഇങ്ങനെ വന്ന് എന്നെ കുറെ കുട്ടികൾ, ചിറക് വെച്ച കുട്ടികൾ വന്ന് എന്നെ കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുപോകും, എന്നെ ആശ്വസിപ്പിക്കുന്നു, ഞാൻ അവിടെ ചിരിക്കുന്നു, ഭയങ്കര ആനന്ദമായിട്ട് ഞാൻ അവിടെ ഇങ്ങനെ കഴിയും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്ക് ബോധവും വരും. ഇവര് വള്ളം കുടയലും പിടിക്കലും ആയിരിക്കും. അപ്പൊ പറയുന്നു എനിക്ക് പിശാശി എപ്പം നോക്കിയാലും പിശാശി എന്ന് തന്നെ പറയൂ. ഞാൻ നിസ്കരിക്കൂല്ല, ഓതുമില്ല, ഒന്നും ചെയ്യില്ല. നോമ്പ് നോക്കാൻ പറഞ്ഞ നോമ്പ് നോക്കാൻ ഇവരെ കൂടെ നിന്ന് ഭക്ഷണം എല്ലാം കഴിക്കും. പിന്നെ ഞാൻ കട്ടിപ്പുറം വന്നിട്ട് രാവിലെ ഞാൻ കഴിക്കും. എനിക്ക് നോമ്പ് നോക്കാനൊന്നും ആവില്ല. അങ്ങനെ എനിക്ക് അതിനെ പറ്റിയിട്ട് അങ്ങോട്ടേക്ക് എന്നെ അടുക്കാനെ വിടുന്നില്ല. ദൈവം എന്നെ ഇങ്ങോട്ടേക്കാ കൊണ്ടിരുന്നത്, കർത്താവിന്റെ. അങ്ങനെ ഈ അത്ഭുതങ്ങളെല്ലാം കണ്ട് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ ഞാനൊരു 11 വയസ്സായപ്പോ കാണാണ്ട് ചർച്ചിൽ പോകാൻ തുടങ്ങി. ചർച്ചിൽ പോകും, കുരിശു വരക്കും, പ്രാർത്ഥിക്കും, അവിടെ ഇരിക്കും. പിന്നെ കുർബാന സ്വീകരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ എപ്പോ ഞാൻ കാണാണ്ട് ഇവരോട് നുണം പറഞ്ഞു ഞാൻ അങ്ങ് പോകും പള്ളിയിലേക്ക് ഞായറാഴ്ച ദിവസം. അവരോട് പറയും എന്നെ കണ്ടു നിങ്ങൾ പറയണ്ടെന്ന് പറയും എൻ്റെ അടുത്ത വീട്ടുകാർ. അവർ ഒരു പ്രാവശ്യം കൊണ്ടേ കാണിച്ചു തന്നു, അത്രയും. പിന്നെ ഞാൻ കാണാണ്ട് അവിടെ ഇരിക്കും. അങ്ങനെ ആയി ഞാൻ തുന്നപ്പണി പഠിച്ചു. തുന്നപ്പണി എൻ്റെ ജോലി. 8ാം ക്ലാസ് വരെ സ്കൂളിൽ പോയി. പിന്നെ അവിടെ നിന്ന് തുന്നപ്പണി ഞാൻ വരുമ്പോൾ ബോംബെല്ലാം എടുക്കും. പിന്നെ വിശപ്പ് സഹിക്കാൻ കഴിയാണ്ട് അടുത്ത വീട്ടില് പശുവുണ്ട്, അവരെ പശുവിനെല്ലാം തെളിച്ചു കൊണ്ടുകൊടുക്കാൻ പോകും. അപ്പൊ ചോറ് തരും, ആ ചോറ് തിന്നും. പാല് കൊണ്ടുകൊടുക്കാൻ പറയും, പാല് കൊണ്ടുകൊടുക്കും. ഇങ്ങനെയൊക്കെ ജീവിതങ്ങൾ വളരെ കഷ്ടത്തിലാണ് പോയത്. അങ്ങനെ അവസാനം ഞാൻ ഒരു 16ാമത്തെ വയസ്സിൽ ഞാൻ ബാംഗ്ലൂരേക്ക് പോയി. എൻ്റെ ഒരു കൂട്ടുകാരത്തിന്റെ അമ്മ ഉണ്ടായിരുന്നു ഇവിടെ ഗാർമെന്റ്സിൽ ജോലി എടുക്കുന്നു. അപ്പോൾ ഞാൻ ടൈലറായി നല്ല പണിയെല്ലാം പഠിച്ചാണ്, നല്ല മിടുക്കിയായി പണി പഠിച്ചാണ്, സ്വന്തം കട്ട് ചെയ്യാനും കാര്യങ്ങളെല്ലാം പഠിച്ചാണ്. അങ്ങനെ ഇവിടെ വന്ന് ഗാർമെന്റ്സിൽ ചേർന്ന് ഞാൻ ഹോസ്റ്റലിൽ ആക്കി തന്ന അവർക്ക് താമസിക്കാനും എല്ലാം ആയിക്കഴിഞ്ഞാൽ 1 വർഷം പണിയെടുക്കുമ്പോൾ ഞാൻ കട്ടിങ് മാഷായിട്ട് കയറി കഴിഞ്ഞു. നല്ലൊരു ശമ്പളം ഉണ്ട്, ഹോസ്റ്റലിൽ തന്നെ ജീവിതം, എല്ലാത്തിനും അവർ സപ്പോർട്ടായിട്ടുണ്ട്. അങ്ങനെ ബാംഗ്ലൂരിൽ തന്നെ. പിന്നെ ഭാഷ കർണാടകയിൽ ജനിച്ച് വളർന്നതിനെ കൊണ്ട് ഭാഷയെല്ലാം എനിക്കറിയും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഗൾഫിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഇവര് തന്നു. കമ്പനിയിൽ നിന്റെ പോക്കാണ്. അങ്ങനെ ഞങ്ങൾ 5-8 പെൺകുട്ടികൾ പോകാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടെല്ലാം എടുത്ത് പോയി. 1994 പോയാണ്. 95 ഇവിടെ ബാംഗ്ലൂർ വന്നതിന് ശേഷം എനിക്ക് എല്ലാ ചർച്ചുകളിലും പോകും. പെന്തക്കോസ്തൻ ചർച്ചിൽ പോകും, കത്തോലിക്കൽ പോകും, എല്ലായിടത്തും എനിക്ക് ഫ്രീ ആയാലും പിന്നെ ആരും പേടിക്കാനൊന്നുമില്ല. എല്ലാ ചർച്ചുകളിലും ഞാൻ അങ്ങ് പോകും, ആരാധിക്കും. കർത്താവിന്റെ എവിടെ പള്ളി കാണുന്ന, നാമം കാണുന്ന അവിടെ എല്ലാം പോകും, ഹൃദയം തുറന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പല പള്ളികളിലും ഞാൻ കയറി ഇറങ്ങി. അങ്ങനെ ഗൾഫിലേക്ക് പോയി 94 പള്ളിയിൽ പോയപ്പോൾ അവിടെ ഞാൻ കത്തോലിക്കലും പോയി, ബന്ധുക്കോസിലും പോയി, രണ്ടിലും പോയി. ഒരു ദിവസം ഞാൻ കർത്താവിനെ നേരിട്ട് അങ്ങ് മുൾമുടി കെട്ടിയിട്ട് ഇല്ല അങ്ങ് കണ്ടു. ചർച്ചിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന, ആരാധന റൂമിലിരുന്ന് പ്രാർത്ഥിക്കുക, ചാപ്പയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനെ എൻ്റെ അടുത്ത് മുൾമുടി കെട്ടിയിട്ട് അങ്ങ് കണ്ടപ്പോ എന്നോട് കർത്താവ് പറഞ്ഞു, മോളെ ഇതല്ല, ഇനി ഒന്നും കൂടിയില്ല എൻ്റെ എന്ന് പറഞ്ഞു. ഇനി ഒന്നും കൂടിയുണ്ട് എൻ്റെ വീട്. അപ്പൊ ഈ ഒന്നും കൂടി എന്താന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല. കർത്താവിന്റെ കണ്ണിന്ന് വെള്ളം വരും. ഞാൻ അങ്ങ് കരഞ്ഞു, എണീച്ചിരുന്ന് അങ്ങ് കരഞ്ഞ് കർത്താവിനെ കണ്ടിരിക്കുകയാണ്. കരഞ്ഞ് എൻ്റെ കർത്താവേ എന്നും പറഞ്ഞ് ഞാൻ അങ്ങ് മുട്ടുകുത്തി കരഞ്ഞങ്ങ് അട്ടാസിച്ച് കർത്താവിനെ വിളിച്ച് കരഞ്ഞു. മുൾമുടി കെട്ടിയ കർത്താവിനെ കാണുന്നു, ചോര ഒഴിക്കുന്ന ശരിക്കും അങ്ങ് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ അങ്ങ് മാറി. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട് എന്താന്നില്ലതെന്ന് എനിക്കറിയാം. ഞാൻ തന്നെ അങ്ങ് ആള് മാറി. അങ്ങനെ ഞാൻ അടുത്ത ഒരു ബന്ധുക്കോസിന്റെ ചർച്ചയുണ്ട്, വെള്ളിയാഴ്ച ദിവസം ചർച്ചയിൽ പോയി ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥാനപ്പെടണം. മാതാപിതാക്കള് കല്യാണത്തിന്റെ കാര്യം നോക്കി. അപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. വേണ്ട, എനിക്കിപ്പോ കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ 25ാമത്തെ വയസ്സ് തീരാൻ പോകുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നോക്കി കൊണ്ടുവന്ന് ഞാൻ മൂപ്പരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കർത്താവിനെ വിശ്വസിച്ചിട്ടുണ്ട്,
ഞാൻ കർത്താവിനെ സ്വീകരിച്ചതാണ്. ഞാൻ ചർച്ചിൽ പോവും, പള്ളിയിൽ പോകണം. എനിക്ക് അതിനെന്തെങ്കിലും വിരോധം പിന്നീട് വരാൻ പാടില്ല. അത് മുൻകൂട്ടി ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു. അത് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോന്ന് പറഞ്ഞു. ആരോ വിരോധവും ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ 1999 കല്യാണം കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞു. പിന്നെ എനിക്ക് മോൻ ജനിച്ചു. 2004 അവൻ ജനിച്ചത്. അങ്ങനെ അപ്പോഴേക്കും എനിക്ക് കല്യാണം കഴിഞ്ഞ ഒരു 6 മാസം ആകുമ്പോഴേക്കും എല്ലാം തകർച്ച കൊടുത്തി. ഞാൻ കമ്പനിയിൽ നിന്ന് പിന്നെ വിട്ടു. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കമ്പനിയിൽ പോകാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഒരു വാടക റൂം എടുത്ത് താമസിച്ച് സ്വന്തമായിട്ടൊരു കടയെടുത്തു. പിന്നെ തകർച്ചകൾ തുടത്തി. തകർച്ച എന്ന് പറഞ്ഞാല് മൂപ്പറ് കുറച്ച് എന്താ പറയേണ്ടത്, ചീട്ടുകളിന്റെ ഒരാളായിരുന്നു. പിന്നെ കച്ചവടത്തിന് കൊണ്ടുപോകും. എൻ്റെ അടുത്ത് എനിക്ക് കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയ പൈസയും കാര്യങ്ങളെല്ലാം ഉണ്ടായി. എല്ലാം തകരാൻ തുടത്തി, ഒന്നൊന്നായിട്ട് തകരാൻ തുടത്തി. പിന്നെ മോൻ ജനിച്ച് കഴിയുമ്പോക്കും എല്ലാം തകർന്ന് എല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ ബാംഗ്ലൂർ വന്ന് എനിക്ക് കുട്ടിനെ വിട്ട് ജോലി എടുക്കാനും അല്ല ഒന്നും അല്ലാത്ത ഇതായി. ഒരു കടയുണ്ടായി, കടയും പോയി. അങ്ങനെ വളരെ അറ്റത്തിൽ വിഷമത്തിലായി. വീട്ടുകാര് എല്ലാവരും എന്നെ വെറുത്തു. ഞാൻ കർത്താവിനെ സ്വീകരിച്ചതും ഇതൊന്നും അവർക്ക് അറിയൂല. ഞാൻ കർത്താവിനെ സ്വീകരിച്ചതും പിടിച്ചതും ഒന്നും അവർക്കറിയില്ല. അങ്ങനെ തകർച്ച തുടത്തി എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ മോൻ ജനിച്ചു 2004 ജനിച്ചു കഴിഞ്ഞ് എൻ്റെ ശേഷം ഞാൻ ബാംഗ്ലൂർ വന്ന് എനിക്ക് ജോലി എടുക്കാൻ പറ്റുന്നില്ല. കുട്ടീനെ വിട്ടിട്ട് ജോലി എടുക്കണമെങ്കിൽ മെഷീൻ റൂമിലിട്ട് പണിയെടുക്കുമ്പോൾ ഒന്ന് മെഷീനിലിരുന്ന് തയ്ക്കുമ്പോഴേക്കും കുട്ടി കരയും. ഫോനെ എടുക്കണം, പണി നടക്കുന്നില്ല. വളരെ അങ്ങ് വിഷമത്തിലായി. അങ്ങനെ ഒരു വീടുണ്ടായത് ലേലം പോയി എൻ്റെ ഭർത്താവിൻ്റെത്. കച്ചവടങ്ങളെല്ലാം തകർന്ന് ഒന്നിനും വഴിയില്ല. എന്താ പറയണ്ട, കുത്തുവാളെടുത്ത് ഞാൻ വീട്ടിലെല്ലാം പോകുന്ന സമയത്ത് 1 ആഴ്ച 2 ആഴ്ച അവിടെ നിൽക്കും. പിന്നെ അവരെ മുഖം കാണണം, അവരെ കറുത്ത മുഖം കാണണം, പിന്നെ അവരെ കുത്തുവാക്കുകൾ. വളരെ അങ്ങ് വിഷമിച്ച് എൻ്റെ വീട്ടിൽ പോയാൽ എൻ്റെ പിതാവ് വളരെ അങ്ങ് തന്നെ ചീത്ത പറയും, അടിക്കുകയും ചെയ്യും. എൻ്റെ മോന് 1.5 വയസ്സിൽ എന്നെ പിടിച്ചിന് എൻ്റെ പിതാവ്. അങ്ങനെ എൻ്റെ ഭർത്താവിനെ എനിക്ക് കഴിച്ചിട്ട് തുപ്പാനുമല്ല, മതിരിച്ചിട്ട് ഇറക്കാനുമല്ല, ഒന്നുമല്ല. എന്തായാലും മരണം വരെ ഇതോട് കൂടിയിട്ട് അങ്ങനെ ജീവിക്കണം, അങ്ങോളം പോട്ടെ. മൂപ്പർ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വരുമെന്നില്ല, എനിക്ക് ഉറപ്പാണ്. അങ്ങനെല്ലാം കൊണ്ട് നടക്കുന്ന സമയത്ത് യാതൊരു വഴിയുമില്ല. ഇവർക്ക് കുറെ ആൾക്കാർ പൈസ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത പോലെയായി ഞാൻ. അങ്ങനെ മലപ്പുറത്ത് ഒരു സ്ഥലത്ത് ഇവർക്ക് കുറച്ച് പൈസ കിട്ടാനുള്ള സ്ഥലമുണ്ടായി. അവിടെ പോയി പൈസ ചോദിക്കാൻ പോയി. 2 ദിവസം അവിടെ നിന്ന്, 3 ദിവസം നിന്ന്, 4ന്റെ അന്ന് നോക്കുമ്പോൾ അയാൾ പറഞ്ഞു ഒരു വഴിയും ഇല്ല എന്ന് പറഞ്ഞു. ബസ്സിനില്ല പൈസ മാത്രമേ ഉള്ളൂ. കുട്ടിന്റെ ചെലവെല്ലാം മോനിക്കില്ലതെല്ലോ എങ്ങനെയല്ലോ ഒപ്പിച്ചു പോകുന്നുണ്ട്. ഞാൻ തിന്നിട്ടില്ലെങ്കിലും ഓനിക്ക് ഞാൻ മേടിച്ചു കൊടുക്കും. അങ്ങനെ മൂപ്പറും ഞാനും പോയി. ഇവരപ്പം മലപ്പുറത്തുനിന്ന് എന്നോട് ബസ് കയറ്റിയിട്ടാണ് പറഞ്ഞ് നീ ബാംഗ്ലൂരേക്ക് പോടുന്ന് പറഞ്ഞു. ചില്ലറ പൈസ തന്നു. അത് ബസ്സിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ കോഴിക്കോട് എത്തുമ്പോൾ പൈസ ഇല്ല. അങ്ങനെ ഞാൻ കോഴിക്കോട് ടൗണിൽ നിന്ന് മീൻ മാർക്കറ്റ് കുറച്ച് അകലെ പോണം നടന്നിട്ട്. അങ്ങനെ മോനെ ഒക്കത്ത് വെച്ചിട്ട് എനിക്ക് എങ്ങോട്ടാ പോകേണ്ടത് ഒന്നും തിരിയുന്നില്ല. ബാംഗ്ലൂരേക്ക് പോണോ കുട്ടിനെയും കൊണ്ട്, ഇനി എങ്ങോട്ട് പോകണമെന്ന് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിങ്ങനെ കർത്താവിനെ ഇങ്ങനെ നേരെ നോക്കി എൻ്റെ നെഞ്ഞത്ത് ഞാൻ കൈവച്ച്, കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കൊന്നും അറിയുന്നില്ല. ഞാൻ നേരെ മീൻ മാർക്കറ്റിന് ആ ഭാഗത്തേക്ക് എല്ലാവരുടെ പിച്ചെടുക്കാൻ കൈ നീട്ടി കുട്ടീനെ ഒക്കത്ത് വെച്ച് എൻ്റെ ബാഗും തോളിലിട്ട് ഞാൻ പിച്ചെടുത്ത് എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ എനിക്ക് ബാംഗ്ലൂർ പോകണം, എന്തെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് കൈ നീട്ടി. കുട്ടി എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഓരോരുത്തർ 10 റുപ്യയും 5 റുപ്യയും എല്ലാം തന്ന് ഒരാളതിൽ ഒരു 50 പൈസ, പുതിയൊരു 50 പൈസ എൻ്റെ ഉള്ളം കയ്യിൽ വെച്ച് തന്നത് ഇന്നും തിളങ്ങുന്നുണ്ടത് എൻ്റെ കയ്യിൽ. അങ്ങനെ അത് വെച്ച് തന്ന് അങ്ങനെ ഒരു 150 റുപ്യോളം എൻ്റെ ആയപാട് ഞാൻ വീണ്ടും ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്, ആ പുള്ളിക്കാരത്തിന്റെ ഭർത്താവ് 2 കുട്ടികളും ഉണ്ട് വരുന്ന അവിടുന്ന്. എനിക്ക് പെട്ടെന്ന് ഓളെ മനസ്സിലായിട്ടില്ല, ഓക്ക് എന്നെ മനസ്സിലായില്ല. അങ്ങനെ എന്നെ നോക്കി എൻ്റെ പേര് ചോദിച്ച്, നീ അല്ലേ? ആ അതേന്ന് പറഞ്ഞു.
എടീന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് നിന്റെ മോനാണോ എന്ന് ചോദിച്ച് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളെ രണ്ടാളെയും ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ വിശന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ഹോട്ടലിൽ കൊണ്ടുപോയി, വാ നമുക്ക് ചായ കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞ് എനക്കും മോനിക്കെല്ലാം, മോൻ പിന്നെ ഭക്ഷണം നിർത്തുന്നു, പാല് മാത്രമേ കുടിക്കൂ, ഓനും വിശന്ന് ഇതായിരുന്നു. അങ്ങനെ എനക്കും ഭക്ഷണമൊക്കെ മേടിച്ചെന്ന് വേഗം എൻ്റെ മോന്റെ കയ്യിൽ അവര് ഒരു 200 റുപ്യന്റെ നോട്ട് എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് പിന്നെ ഒരു 1000 റുപ്യ എടുത്ത് തന്നു. കുടിച്ച് ഇത് വെച്ചൊന്ന് കുട്ടിക്ക് പോയിട്ട് ഉടുപ്പ് എടുത്തു കൊടുക്ക്, അത് ഓനിക്ക് മുട്ടായി ഓന്റെ കയ്യിൽ വെച്ചോട്ടെ. എന്നിട്ട് 1200 റുപ്യ എൻ്റെ കയ്യിൽ അപ്പം തന്നെ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, എൻ്റെ കർത്താവാണ് ദൂതന്മാരയച്ചിട്ടാണ് ഇത് തന്നത്, എൻ്റെ കർത്താവിന്റെ കഴിവാണ്, ഞാൻ ഒന്ന് പരീക്ഷിച്ചായിരിക്കും, ഞാനൊന്ന് പിച്ചെടുക്കാൻ വേണ്ടി എടുക്കുമോ ഇല്ലെന്ന് അറിയാൻ എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ നേരെ ബാംഗ്ലൂരേക്ക് കയറി വന്ന് റൂമുണ്ട്, റൂമിന് വാടക കൊടുത്ത് അങ്ങനെ ഞാൻ ഒരു മെഷീന് കടയിൽ നിന്ന്, ഞാൻ തയ്ക്കാൻ പോകുന്ന കടയിൽ നിന്ന് ഒരു മെഷീൻ മേടിച്ചിട്ട് ജോലി എടുക്കാൻ തുടങ്ങി. അതിൻ്റെ അടുക്ക് കുട്ടിക്ക് സൂക്കേട് വരുന്നുണ്ട്. ഈ മനുഷ്യൻ വിളിച്ച് ഞാനിങ്ങനെ എത്തി എന്ന് പറഞ്ഞ് വിളിച്ച്, ഞാൻ വരാം ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് വരൂല. വീട്ടുകളിന്റെ സ്ഥലത്ത് പോയിരുന്നാല് ഇനി എന്തെന്നെ ആയാലും വരൂല, അത് തീർന്നാല് ഇങ്ങോട്ട് എണീച്ചു വരും. അങ്ങനെ വിളിക്കുമ്പോ പറയാം വരാന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നു. എനിക്ക് യാതൊരു ഇതും കാണുന്നില്ല, ഒരു പിടുത്തവും കാണുന്നില്ല. എന്ത് ചെയ്യും ഞാൻ കർത്താവെ? കുട്ടീനെ ഞാൻ പള്ളിയിൽ കൊണ്ടുപോയി, ആദ്യമായിട്ട് ഞാൻ പള്ളിയിൽ കൊണ്ടുപോയി, ചർച്ചയിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് എല്ലാം ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി, ഇനിയിപ്പോ കടങ്ങളെല്ലാം കേറി വരുന്ന, ഇങ്ങോട്ടും വന്നൂടെ, കുടുംബക്കാരട്ടും വന്നൂടെ, കുടുംബക്കാരെ കുത്തുവാക്കുകൾ, അവരെ മുഖം ചുളുക്കുന്നതും പല പല പ്രശ്നങ്ങളെല്ലാം കാണുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വന്നു. എൻ്റെ വീട്ടിലേക്ക് വന്ന് ഞാൻ കിടക്കുന്ന റൂമിൽ പോയി ഞാനൊരു കയറെടുത്ത് വെച്ചു. ഇവരെ ചീത്ത എല്ലാം കേട്ട് ഞാൻ രാത്രിയാകുമ്പോൾ വിചാരിച്ച്, മോൻ പാല് കുടിക്കുന്ന കുട്ടിയാ, ഒരു കയറിന്റെ തലയിൽ എൻ്റെ മോനെ തൂക്കിക്കൊല്ലണം, ഞാനൊക്കും മരിക്കണം. എനിക്ക് യാതൊരു വഴിയും കാണുന്നില്ല. ഈ മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ, ഇനി എനിക്ക് കേൾക്കാൻ പറ്റൂല, ഇനി എൻ്റെ കുട്ടീനെ കഷ്ടപ്പെടുത്താനാവൂല, ഇനി ഞങ്ങൾ രണ്ടാളും മരിക്കണം, ഒറ്റ വിചാരമാണ്. അന്ന് രാത്രി ചോറ് വെച്ച് കുട്ടി ചോറൊന്നും അങ്ങനെ തിന്നൂല, 1.5 വയസ്സല്ലേ ഉള്ളൂ. അങ്ങനെ എൻ്റെ നെഞ്ഞത്ത് കയറി, പാല് വയറ് നിറച്ച് കുടിച്ചെൻ്റെ നെഞ്ഞത്ത് കയറി കടത്തി ഞാൻ ഉറക്കി. ഞാനും കടന്ന് ഈ കയറുപാട് എടുത്ത് വെച്ചു. മാതാപിതാക്കളെല്ലാം ഉറങ്ങട്ടെ, എന്നിട്ട് വേണം ഇന്നിപ്പം ചെയ്യണമെങ്കിൽ എന്നും പറഞ്ഞ് ഞാൻ ഓനെ ഒരു 9:30 മണിയാകുമ്പോൾ ഓനെ ഉറക്കി, ഞാനും ഉറങ്ങി. കടന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. കുട്ടി നെഞ്ഞത്ത് കയറി കടന്ന് അങ്ങനെ ഉറങ്ങി. ആ ഉറക്ക് ഞാൻ മരിച്ചതാണോ ഞാൻ ജീവിച്ചതാണോ എന്നൊന്നും അറിയില്ല. എൻ്റെ മോൻ അനങ്ങിയിട്ടില്ല, ഒരു പാല് കുടിക്കാൻ എണീച്ചിട്ടില്ല, ഒന്നും ചെയ്തില്ല. രാവിലെ 7 മണിക്കാണ് ഞാൻ ഉണരുന്നത്. ഞാൻ ഏത് ലോകത്തുണ്ട് എന്ന് തന്നെ എനിക്കറിയില്ല. ഞാൻ ആ കടന്നത് മാത്രം ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ ഉണർന്നു നോക്കുമ്പോൾ, അയ്യോ, ഞാൻ ഇന്നലെ രാത്രി മരിക്കണം എന്ന് വിചാരിച്ച് കടന്നതല്ലേ, ഞാൻ മരിച്ചിട്ടില്ലല്ലോ, എന്ത് ചെയ്യും? പിന്നെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു, എൻ്റെ കർത്താവ് എന്നെ തടുക്കണം, എൻ്റെ കർത്താവ് എന്നെ മരിക്കാൻ വിട്ടിട്ടില്ല, എന്നെ എൻ്റെ കുട്ടിനെ മരിക്കാൻ, ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട്. ആ കയറെടുത്ത് അങ്ങ് ദൂരെ വലിച്ചെറിഞ്ഞു. ഇനി അങ്ങനത്തെ ഒരു ദുർമാർഗ ജീവിതത്തിലേക്ക് ഇന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ കർത്താവ് എന്ന് മരിച്ച് ഞാൻ ജീവിച്ചെന്ന്. എൻ്റെ കുട്ടി രാത്രി പാല് കുടിക്കാൻ കരയുന്ന കുട്ടി പോലും അന്ന് കരഞ്ഞിട്ടില്ല. എൻ്റെ നെഞ്ഞത്ത് കയറി കടന്ന് ആ ഉറങ്ങിയ പാട്ടിന് അങ്ങനെ കടന്നിട്ടുണ്ട് കുട്ടി നെഞ്ഞത്ത് കയറിയിട്ട്. ഞാനും കടന്നു. അങ്ങനെ ദൈവം അതിൽ നിന്ന് വിടിപ്പിച്ചെന്നെ. പിന്നെ ഞാനൊരു തീർമാനം എടുത്ത് പിന്നെയും ബാംഗ്ലൂരിലേക്ക് വന്ന് ഇവരെ വാക്കെല്ലാം കേട്ട്. അപ്പൊ കുട്ടിക്ക് ഇടക്കിടക്ക് സുഖമില്ലാണ്ടാവുന്നു. ഞാൻ കണ്ണൂർ ആസ്പത്രി കൊണ്ടുവന്ന് അവിടെ അഡ്മിറ്റ് ആവുന്നു. ആരെ സഹായിക്കാനും ഒരാളും ഇല്ല. ആരെല്ലോ ഈ പറഞ്ഞങ്ങനെ ദൈവം ദൂതന്മാരയക്കുന്ന പോലെ എന്നെ സഹായിക്കും. എന്നാലും എനിക്ക് എൻ്റെ മനസ്സിലൊരു വിഷമവും ഇല്ല. ചില സമയത്ത് വിഷമം വരും, പിന്നെ ഞാൻ ആനന്ദം കാണുന്നു. എൻ്റെ കർത്താവ് എനിക്ക് ആനന്ദം തരുന്നു. നീ വിഷമിക്കണ്ട എൻ്റെ മകളെ, നീ എന്തിനാ വിഷമിക്കുന്ന, എൻ്റെ പേരെടുത്ത് വിളിക്കുന്നു. അങ്ങനെ ഞാൻ കണ്ണൂർ ആസ്പത്രിയിൽ പോയപ്പോൾ ഒരു നേരത്തെ ചോറിന് ഞാൻ വളരെ കൊതിച്ച് അവിടെ കഞ്ഞി കിട്ടും. 1 ഉറുപ്പ്യക്ക് കഞ്ഞി വാങ്ങും ഞാൻ. അതിലത്തെ വറ്റെടുത്ത് മോനിക്ക് കൊടുത്ത് ആ കഞ്ഞിന്റെ വെള്ളം ഞാൻ കുടിക്കും. അങ്ങനെ ഇവനിക്ക് വാല TB വന്നു. ഒരു ദിവസം മരുന്ന് മുടക്കാണ്ട് 6 മാസം കൊടുക്കണം. പോകുന്നിടത്തെല്ലാം മരുന്നെടുത്ത് പോകും. കുടുംബക്കാരെടുത്ത് അഥവേ ഗതി കെട്ടൊന്ന് പോയാൽ തന്നെ അവരെ വാക്കുകൾ കേൾക്കണം. കളിയാക്കുന്നത്, അത് ഇതാക്കുന്നത് എല്ലാവരും കാണും. എല്ലാം ഞാൻ ക്ഷമിക്കുന്ന, എനിക്ക് ക്ഷമ തരുന്ന കർത്താവ്. മനസ്സിന് എത്ര വേദന വന്നാലും ഞാനൊരു ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്നു. അന്ന് ശരീരത്തിന് ഒരു കേടുമില്ലായിരുന്നു. തുള്ളിച്ചാടി
അവർക്ക് കഴിയുന്ന പണികളെല്ലാം എടുത്തു കൊടുക്കും, ഞാൻ എല്ലാം ചെയ്യും. മൂപ്പറെപ്പെങ്ങലൊന്നും വരും, കാണും, അങ്ങ് പോവും. അങ്ങനെ യാതൊരു നിവൃത്തി ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ വിചാരിച്ചു, ബാംഗ്ലൂർ വന്നപ്പോൾ ഒരു സേട്ടുമാരടുത്ത് ഞാൻ പോയിട്ട് പറഞ്ഞു, എൻ്റെ കിഡ്നി ഞാൻ കൊടുക്കുക, എനിക്കൊരു സ്വന്തമായിട്ടൊരു കട ഇടണം, സ്വന്തം കാലിൽ നിൽക്കണം, എൻ്റെ കുട്ടീനെ എനിക്ക് വളർത്തണം ഇല്ല വിചാരമായി. അങ്ങനെ സേട്ടുവിൻ്റെ അടുത്ത് പറഞ്ഞു. സേട്ടു വേറൊരു മാറുവടിനാക്കി, ഒരാൾക്ക് കിഡ്നി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ബാംഗ്ലൂര് കിഡ്നിന്റെ വലിയ വലിയ ഹോസ്പിറ്റലെല്ലാം പോയി എൻ്റെ ചെക്കപ്പ് എല്ലാം കഴിച്ചപ്പോൾ ഈ കുട്ടി എൻ്റെ ഒക്കത്തുണ്ട്. ഒരു ദിവസം എൻ്റെ ഭർത്താവിനെ ഞാൻ വിളിച്ചു, ഞാനിങ്ങനെ കിഡ്നി കൊടുക്കുകയാണ്, നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ കുട്ടീനെ എടുക്കാൻ? ഓ, മൂപ്പർ വന്നു. കിഡ്നി കൊടുത്താൽ പൈസ കിട്ടിയ ചീട്ട് കളിക്കാൻ വിചാരിച്ചിട്ട് വന്ന് ഞാൻ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ്, ആ മാറുവടിന്റെ ചെക്കപ്പും കഴിഞ്ഞ്, അയാൾക്കൊരു 60 വയസ്സുണ്ട് അയാൾക്ക്. അങ്ങനെ അവരെ ചെക്കപ്പും കഴിഞ്ഞ് എൻ്റെ ചെക്കപ്പും കഴിഞ്ഞ്. അപ്പൊ കിഡ്നി എല്ലാം മാച്ചാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല, രക്തം മാച്ച് എല്ലാം. ഡോക്ടർ ചോദിച്ച് എന്തിനാ കൊടുക്കുന്നത്, ആര് പറഞ്ഞിട്ടാ കൊടുക്കുന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ കൊടുക്കുകയാണ്, എന്നോട് ആരും പറഞ്ഞിട്ടില്ല, എനിക്കിങ്ങനെ വളരെ ബുദ്ധിമുട്ടുണ്ട്, അതിന് വേണ്ടി കൊടുക്കുന്നത്, ജീവിക്കുന്ന അത്ര ജീവിച്ചാൽ മതി, എനിക്ക് എൻ്റെ കുട്ടീനൊന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഡോക്ടർ പറഞ്ഞ് ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് മറുപടി പറഞ്ഞ്, 3 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം, 3 മാസം കഴിഞ്ഞാലേ ഓപ്പറേഷൻ നടത്താൻ പറ്റൂ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. 5000 രൂപ അന്ന് അഡ്വാൻസ് തന്നു. അഡ്വാൻസ് തന്നതിൽ ഞാൻ ചെലവിനെടുത്ത് 5000 രൂപ ചെലവിനെടുത്ത് എന്നെ പെരുമാറി. 3 മാസം കഴിയണം, 3 മാസം വരെ ഞാൻ അങ്ങനെ എൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, എടി ഒരു വിസ ഉണ്ട്, നിനക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് 5 പൈസ ഇല്ല, ഞാൻ എങ്ങനെ പോകും, 1 ഉറുപ്പ്യ പോലും ഇല്ല, ഉടുതുണിക്ക് മറുതുണിയില്ല, എൻ്റെ കുട്ടി ഞാനും മാത്രമേ ഇല്ല, എനിക്ക് പോകാനാവൂ തോന്നുന്നത്, നീ പുറപ്പെട്ടോ, ഒരുങ്ങുന്നില്ലേ, പോകാൻ വേണ്ടി ഇറങ്ങുന്നു. അങ്ങനെ പോകാൻ വേണ്ടിയെല്ലാം ഇറങ്ങി. ചില്ലറ പൈസയിൽ ആരെല്ലാം എടുത്തോ സഹായിച്ച് മേടിച്ച് അവസാനം അവര് പറഞ്ഞ പൈസ, ഏജന്റ് പറഞ്ഞ പൈസ ഒന്നുമില്ല, എൻ്റെ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞ് അവര് കുറച്ച് പൈസ ശരിയാക്കി എല്ലാം കൂടി ഒരു 5-8000 രൂപ ആക്കി ബോംബെയിലേക്ക് പോയി. ബോംബെയിൽ അന്ന് ഇമിഗ്രേഷൻ ഇല്ലത്, പോകാൻ വേണ്ടി. കുട്ടീനെ വിടാൻ ഒരു സ്ഥലവും കാണുന്നില്ല, കുട്ടീനെ ആരും നോക്കൂല. 2 വയസ്സായി കുട്ടിക്ക്, 2 വയസ്സ് 2 മാസം. കുട്ടീനെ ആരും നോക്കൂല. ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു, എവിടെയും കുട്ടീനെ നോക്കുന്ന ഓർഫനേജ് ഒന്നും കാണുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ കുടുംബത്തിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടീനെ നോക്കാൻ പറ്റും, ഞാനിങ്ങനെ പോവുകയാണ്. അങ്ങനെ മനസ്സല്ല അവർ ഏറ്റെടുത്തു കുട്ടീനെ നോക്കാൻ. പോണമെന്ന് വിചാരിച്ചിട്ടില്ല, ആ സമയം വരെയും ഞാൻ പോണമെന്ന് വിചാരിച്ചില്ല. സമയം 6 പോകാൻ വേണ്ടി, ട്രെയിനിന് പോകണം, ബോംബെയിലെത്തണം. മൂപ്പർ വന്നിട്ടുണ്ട്. അങ്ങനെ കുട്ടീനെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു പെൺകുട്ടിൻ്റെ കയ്യിലേക്ക് ഞാൻ കൊടുത്ത് ഞാൻ അങ്ങനെ ഒരു കാറും കയറി. അതിന് വേറെ എൻ്റെ ഒരു കൂട്ടുകാരത്തിൻ്റെ ഭർത്താവ് ഒരു കാറാക്കി തന്നു തലശ്ശേരി വരെ പോകാൻ. തലശ്ശേരി പോയി. ട്രെയിൻ ആരടുത്തും പറഞ്ഞിട്ടില്ല, മാതാപിതാക്കളുടെ അടുത്ത് മാത്രം പറഞ്ഞ് ഞാൻ പോയി. കുട്ടീനെ ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ പോയി. ഒരു പൈസ ഇല്ല, വെറും ഈ 8000 രൂപയല്ലോ കയ്യിൽ. ബസ്സിന്റെ ട്രെയിനിന്റെ പൈസ എല്ലാം കൊടുത്തിട്ട് ബോംബെയിലെത്തുമ്പോൾ ആകെ 5000 രൂപയുണ്ട്. എമിഗ്രേഷന് പൈസ വേണം. എമിഗ്രേഷൻ അവിടെ കുറച്ച് ദിവസം ലേറ്റ് ആയിപ്പോയി. മൂപ്പറ് ഞാനൊരു ചെറിയൊരു റൂം അവിടുത്തെ ഏജന്റ് എടുത്ത് തന്നു. ഞങ്ങൾ രണ്ടാളും ഒരു ചോറ് മേടിച്ച് രണ്ടാളും കഴിച്ചു. അങ്ങനെ എമിഗ്രേഷൻ കിട്ടി. ഞാൻ ഗൾഫിലേക്ക് കയറിപ്പോയി. ഒന്നുമില്ല, ഇട്ടുകൊടുത്ത 3 ജോഡി തുണിയും കൊണ്ടാണ് ഞാൻ പോയത് ഗൾഫിലേക്ക്, ബഹ്റൈനിലേക്ക് പോകുന്നത്. ആദ്യം ഞാൻ അത്രയും പതിമയായിട്ടുണ്ടായത്, പിന്നെ ഇങ്ങനെ ഞാൻ രണ്ടാമത്തെ പോക്ക് ഇങ്ങനെയാ പോകുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കുട്ടി പാല് കുടിക്കുന്ന കുട്ടിയാണല്ലോ, പാല് നിറയുന്നു, അത് ബാത്റൂമിൽ കൊണ്ടുപോയി ഞാൻ കളയുന്നു. അങ്ങനെ ഇരിക്കെ അവിടെ എത്തി. ഞാൻ ഈ 5000 രൂപയൊക്കെ ഞാൻ അവിടെ എത്തിയത്. 3 മാസം കഴിഞ്ഞ കിഡ്നി കൊടുക്കണ്ടേ, എന്നെ ദൈവം തട്ടിത്തെറിപ്പിച്ച് ബഹ്റൈനിലേക്ക് എത്തി, അത്ഭുതം ചെയ്തു. അവിടെ എത്തിയപാട് ഞാൻ എൻ്റെ കർത്താവ് എന്നെ അത്ഭുതം ചെയ്യിപ്പിച്ചിട്ട് എന്നെ എത്തിച്ചതെന്ന് എനിക്ക് എന്നെ പൂർണ്ണ അറിയാം. അവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ പോയി, ചർച്ചിൽ പോയി.
ചർച്ചിൽ പോയിരുന്ന് മുട്ടുകുത്തിയിരുന്ന് കരയുക ഞാൻ. കുട്ടിൻ്റെ ഓർത്തിട്ടാ കരയുന്നത്. മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്. എല്ലാവരും ചോദിച്ച് എന്തിനാ കരയുന്നത്. എൻ്റെ പഴയ ഫ്രണ്ട്സുകളെല്ലാം അവരെ കണ്ട്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെല്ലാം വളരെ വിഷമത്തിലായി. അങ്ങനെ താമസിക്കാനൊരു കത്തോലിക്കാരെ വീട്ടിൽ തന്നെ താമസിക്കാൻ മെഷീൻ മേടിച്ചിട്ട് താമസത്തിനും ഇതെല്ലാം അവരെന്നെ ശരിയാക്കി തന്നു. ഫുഡും കാര്യങ്ങളും. പുറത്തു പോയി ഓർഡർ എടുക്കും, തുണി എടുത്തിട്ട് വരും, അവിടെ ഇരുന്ന് തയ്ക്കും. ഞാൻ ചർച്ച് വെള്ളിയാഴ്ച ദിവസം ആരാധനക്ക് പോകുന്നതിന്. അങ്ങനെ ഒരു ദിവസം ഇരിക്കുന്ന സമയത്ത് കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവ് ഇതെന്താണ്, ഇതൊന്നും അറിയുന്നില്ല, എൻ്റെ പൈതൽ അവിടെ ഇല്ലത്. നീ ആ കുഞ്ഞിനെ നീ ആയിരിക്കണം ഏറ്റെടുക്കുന്നത്. നീയാണ് അപ്പനും അമ്മയും എല്ലാം ആയിട്ട് എൻ്റെ കുഞ്ഞിനെ നീ ഏറ്റെടുക്കണം അവിടുന്ന്. എൻ്റെ കുഞ്ഞ് കരയുന്ന എപ്പോൾ വിളിക്കുമ്പോൾ പറയും കുട്ടി ഭയങ്കര കരച്ചിലാണ്. നീ അവിടുന്ന് സമാധാനം കൊടുക്കണം. എൻ്റെ കുഞ്ഞിക്ക് അപ്പനും അമ്മയായിട്ട് നീ ആയിരിക്കണം താരാട്ടുന്നെ എന്ന് പറഞ്ഞു. കരഞ്ഞ് മുട്ടുകുത്തി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ആരാധന കഴിഞ്ഞ് വന്നു. പാൽ എൻ്റെത് പെട്ടെന്ന് വറ്റിപ്പോയി. ഉണ്ടായ പാല് ശരീരത്തിൽ നിന്ന് വറ്റി. എൻ്റെ ഇതെന്ന് പെട്ടെന്ന് പറ്റിപ്പോയി. എനിക്ക് ഈ പാല് ഇങ്ങനെ ചുരക്കുമാണ് കുട്ടിൻ്റെ കൂടുതൽ ഓർമ്മ വരുന്നത്. പാല് പെട്ടെന്ന് വറ്റി കഴിഞ്ഞ് ഞാൻ വിളിച്ച് പറഞ്ഞില്ല, ഓക്കെ ആയി, സമാധാനമുണ്ട്, ഇപ്പൊ കരച്ചിലൊന്നുമില്ല, നല്ല ഹാപ്പി ആയിട്ട് കളിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു. അപ്പൊ സമാധാനമായി. എൻ്റെ കർത്താവ് അവിടെ എൻ്റെ മോനെ ഏറ്റെടുത്ത് കഴിഞ്ഞു. നല്ല പൂർണ്ണ വിശ്വാസം. ഞാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിച്ചങ്ങ് കൊടുത്തു. അങ്ങനെ കൊല്ലങ്ങൾ പോയി. 4.5 കൊല്ലമായിട്ടാ, 4-5 കൊല്ലമായിട്ടാ പിന്നെ വന്ന. അപ്പോഴേക്കും മാതാപിതാക്കൾ മരിച്ചു, ഭർത്താവ് മരിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ നയിക്കുന്നുണ്ട്, കുടുംബത്തിലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് വന്നപ്പോൾ കുട്ടിനെ ഇവര് ദ്രോഹിക്കാൻ തുടങ്ങി. കുട്ടിക്ക് 7 വയസ്സ് 8 വയസ്സായി. അപ്പോഴേക്കും കുട്ടിനെ ദ്രോഹിക്കുന്ന എല്ലാവരും പറഞ്ഞു എൻ്റെ അടുത്ത്, ദ്രോഹിക്കുന്നത്. ഞാൻ ആരെ വാക്കും കേട്ടിട്ടില്ല. അപ്പൊ അന്ന് ഇവർക്ക് മനസ്സിലായി ഞാനിങ്ങനെ ക്രിസ്തുവിനെ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഞാൻ കുട്ടിനെ ഒരു ഹോസ്റ്റലിൽ കൊണ്ടുപോയി നിർത്താൻ വേണ്ടി പോയി. അവിടെ ഇവർ കുട്ടിനെ പിടിച്ചുകൊണ്ടാവുമെന്ന്. എന്നെ പലരും ദ്രോഹിക്കും, എന്നെ വല്ലാണ്ട് ഇവര് ചെയ്തു. അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഒരുപാട് എന്നെ ചെയ്തു. അതെല്ലാം ഞാൻ സഹിച്ചു. ഞാൻ എന്നിട്ട് ഒരു മറുപടി ഞാൻ ചോദിച്ചില്ല. മേലെ ഒരാൾ ചോദിക്കുന്ന ഒരാളുണ്ട്, അവൻ ചോദിച്ചോളൂ. എൻ്റെ ജീവനുള്ള ദൈവം, എൻ്റെ ഈ ജീവന്റെ തുടിപ്പ് എൻ്റെ കർത്താവിൻ്റെയാണ്. എൻ്റെ കാൽവരി കുരിശിൽ ആ രക്തം എൻ്റെ ശരീരത്തിലെ രക്തമാണ്. ആ ദൈവം ചോദിച്ചോളൂ. എൻ്റെ യേശു മിശിഹായി ചോദിച്ചോളൂ എന്നില്ല എനിക്ക്. അങ്ങനെ കൊല്ലങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മോനെ ദൈവത്തിനെ അറിയണമെന്നില്ല പ്രാർത്ഥന ഉണ്ടായി. അങ്ങനെ ദൈവത്തിനെ അറിയുവാനും ഇടയായി. അങ്ങനെ വളരെ അങ്ങേറ്റത്തോളം വിഷമം. പിന്നെയും ബഹ്റൈനിൽ നിന്ന് ഞാൻ വീണ്ടും വരും, വീണ്ടും പോകും. ബഹ്റൈനിലേക്ക് പോയ പിന്നെ എനിക്ക് വയറ്റിൻ്റെ ഉള്ളിൽ വേദന തുടങ്ങി. വയറ്റിൽ മുഴ, ന്യൂട്രസിൽ മുഴ, ഗർഭപാത്രത്തിൽ മുഴയായി. അങ്ങനെ അവിടെ ഇല്ല ഡോക്ടർമാരെല്ലാം കാണിച്ചു. എനിക്ക് സമ്പാദിക്കാനൊന്നും പറ്റിയില്ല. ഡോക്ടർമാരെ കാണിക്കുന്ന അങ്ങനെ കൊല്ലങ്ങൾ പോയി. നയിക്കുന്ന എല്ലാം എൻ്റെ കുടുംബത്തിന് അയച്ചു കൊടുക്കുന്നു. ഞാൻ രോഗത്തിന് ചികിത്സിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓപ്പറേഷൻ, നാട്ടിൽ വെച്ച് ഓപ്പറേഷനായി. അത് നോക്കാൻ ഒരു ദൈവത്തിന് അറിഞ്ഞ ഒരു മുസ്ലിം സഹോദരിൻ്റെ അനിയത്തി അവിടെ ഉണ്ടായി ബഹ്റൈനിൽ. അപ്പൊ അവരെ മുഖാന്തരം വന്നു. അവര് സ്വന്തം പെറ്റ അമ്മയെ നോക്കുന്ന പോലെ ഓപ്പറേഷൻ കഴിഞ്ഞ്, എൻ്റെ ന്യൂട്രസ് ഓപ്പറേഷൻ കഴിഞ്ഞ് അത് നോക്കി, അതിനെല്ലാതും നോക്കി. പൈസ ഞാൻ ചെലവാക്കിയിരുന്നു. അതെല്ലാം നോക്കി, ഒരു കുറവും ഇല്ലാണ്ട് തന്നെ നോക്കി. വീണ്ടും 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഗൾഫിലേക്ക് പോകണം മാറ്റിയിരിക്കുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ 3-ാമത്തെ മാസത്തിൽ എനിക്ക് നട്ടെല്ലിന് പെട്ടെന്ന് താറാറ് വന്നു. രാത്രി കടന്ന് എണീക്കുമ്പോൾ താറാറ് വന്നു. രാവിലെ എണീക്കാൻ എനിക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നില്ല. നട്ടെല്ലിന് താറാറ് വന്ന് പിന്നെ കുറെ ചികിത്സിച്ചെല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും ബഹ്റൈനിലേക്ക് പോയി. കുറച്ചു കാലം ജോലിയെടുത്തു, ആരാധനക്കും കാര്യത്തിനെല്ലാം പോയി. അങ്ങനെ കുട്ടിൻ്റെ കാര്യം വേറെ വരും പോന്നു. ഒരു കൊല്ലത്തിൽ 2-3 പ്രാവശ്യം വരും.
എടുത്തു വെക്കാനൊന്നുമില്ല. വരുത്തും പോക്കും ഫ്ലൈറ്റിന് പൈസ കൊടുക്കാനും വിസ എടുക്കാനും തന്നെ സമ്പാദിക്കാനും ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ. അതിൻ്റെ അടുക്ക് രോഗം. അങ്ങനെ ഇരിക്കത്തല്ല എനിക്ക് കൈ വീണ്, എൻ്റെ വലത്തെ കൈ ഒരു വികല് വീണ്, അത് നരമ്പിനിതായി, എല്ലിനടിയായി. അത് കുറേ ചികിത്സിച്ച് ആസ്പത്രിയെല്ലാം കടന്ന് കുറേ ആയുർവേദ ചികിത്സിച്ച് കുറച്ച് പിന്നെയും പണിയെടുക്കാനാവുമ്പോൾ പണിയെടുക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും വലത്ത് ഭാഗം തുടക്കി വേദന, നട്ടലിന് താറാറ്. അങ്ങനെ പിന്നെ ഗൾഫിൽ പോക്ക് പറ്റുന്നില്ല, നിന്ന് ജോലി എടുക്കാൻ പറ്റുന്നില്ല, ടൈലറിങ് ജോലി കട്ടിങ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വീണ്ടും നാട്ടിൽ വന്ന് കുറെ ചികിത്സിക്കും, എന്നിട്ട് കുറച്ച് പണിയെടുക്കും, പിന്നെയും ചികിത്സിക്കും. ഇതന്നെ. അങ്ങനെ ഞാൻ ഒരുപാട് ഞങ്ങൾ ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്ന സഹോദരിമാരെ കാണാനും മഞ്ചേരിയിൽ അവിടെ പോയി നിന്ന്, ഞാൻ മഞ്ചേരിയിലുണ്ടായി കുറച്ചു കാലം. അവിടെ നിന്ന് ദൈവത്തിനെ അറിഞ്ഞവരെല്ലാം കാണുവാനും എടുക്കുവാനും, നമ്മൾ അലവി അച്ഛനെ അവിടെ കുറച്ചു കാലം ഉണ്ടായി. അങ്ങനെ വളരെ ഒരുപാട് മുസ്ലിം എന്ന് വന്ന ആൾക്കാരെ എല്ലാം പരിചയപ്പെടാനും ഒരുപാട് കാര്യങ്ങൾ അറിയുവാനും അതിൽ നിന്ന് പിന്നെയും ഞാൻ മുന്നോട്ടേക്ക് ദൈവത്തിലേക്ക് എനിക്ക് കൂടുതൽ കൂടുതൽ അറിയണം, കൂടുതൽ അടുക്കണം എന്നില്ല ചിന്തനകൾ മാത്രമേ ഉണ്ടായിട്ടില്ല. അങ്ങനെ മകന്റെ കാര്യങ്ങളും ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്നു, പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയം വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ വീണു. അത് ഷുഗർ കുറഞ്ഞിട്ട് വീണു പോയതാണ് ഞാൻ. വീണതില് ഈ വലത്ത് ഭാഗത്ത് കയ്യിന്റെ 2 നരമ്പ് പൊട്ടാനായിട്ടുണ്ടായത് രണ്ടും പൊട്ടി നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ആസ്പത്രിയിൽ കടക്കലും ഒഴിച്ചലും ഇതെല്ലാം ചെയ്ത് കുറെ കയ്യിന്റെ സ്വാധീനക്കുറവ്. അങ്ങനെ ഇപ്പൊ 2.5 കൊല്ലമായി ഞാൻ ഒരു ജോലി എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലായി. ഇരിക്കാൻ ഒരു വീടില്ല. എത്രയോ വീടുകളിൽ, എൻ്റെ സുഹൃത്തുക്കളെ വീടുകളിൽ കയറി ഇറങ്ങി ഓരോ രാത്രി ഉറങ്ങും, കുറച്ച് ദിവസം അവിടെ നിൽക്കും, പിന്നെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോകും. സ്വന്തം വീടില്ല. ഓരോ വീടുകളിൽ പോകുമ്പോൾ ചിലപ്പോൾ അവർ പറയും ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞാൽ വേറൊരു വീട്ടിലേക്ക് പോകും, ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് പോകുക, നീ എന്ത് ചെയ്യും ചോദിക്കും. അപ്പൊ ഞാൻ വളരെ വിഷമിക്കും, എന്ത് ചെയ്യും. അപ്പൊ തന്നെ എൻ്റെ മനസ്സത് ശാന്തമായി. ഓ അതല്ല, സാരമില്ല, എനിക്ക് വേറെ വീട്ടുണ്ടല്ലോ, അവിടെ പോകാം. പക്ഷെ എനിക്ക് വീടില്ല എന്നുള്ള ഒരു വിഷമം എനിക്ക് ദൈവം തരുന്നില്ല. നല്ല നല്ല ഹൈ ക്വാളിറ്റിയിലെ വീടുകളിലാണ് പോയിട്ട് ഞാൻ ഓരോ അന്തി ഉറങ്ങുന്നതും അവരെ കൂടെ നിൽക്കുന്നു. എന്തെങ്കിലും കൈകൊണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കും, ഒരു നേരത്തെ ഭക്ഷണം തരും. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. ചില ആൾക്കാരെ കുത്തുവാക്കുകളും, നിന്ദിക്കുന്നതിന്റെ മുമ്പ് നിന്ദിച്ചവനെ ദൈവം മാനിക്കുന്നു പറയുന്ന പോലെ ദൈവവും അതിന് മാനിക്കുന്ന തന്നെ. ദൈവത്തിന്റെ ആ കൃപ, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതല് അത് എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റൂല. അത്രത്തോളം കരുതലാണ്. ഞാൻ വളരെ വിഷമിച്ച് കിടക്കുന്ന സമയത്ത് എൻ്റെ കർത്താവിൻ്റെ അടുത്ത് വരും. എൻ്റെ തലോടുന്ന് അറിയുന്ന ഞാൻ, എൻ്റെ വിഷമങ്ങൾ മാറ്റുന്ന, എൻ്റെ സങ്കടങ്ങൾ മാറ്റുന്ന അറിയുന്നു. ഞാൻ വളരെ വിഷമിച്ച് ഭക്ഷണം കഴിക്കാണ്ട് കിടക്കുകയാണെങ്കിൽ ഞാൻ ഉറക്കത്തിലുണ്ടാവും, വായു പൊളച്ച്. ഭക്ഷണം എനിക്ക് ഇങ്ങനെ തരുമ്പോൾ ഞാൻ വായു പൊളച്ച് കഴിക്കും. പെട്ടെന്ന് ഉറക്കം കിട്ടുമ്പോൾ ഞാൻ വായു പൊളച്ചിട്ട് തന്നെ ഉണ്ടാവും. ആരാ ഭക്ഷണം തരുന്നതെന്ന് എനിക്കല്ല, എൻ്റെ ഭക്ഷണം വാരി തരുന്നത് എനിക്ക് വിഷമിച്ച് കിടക്കുമ്പോൾ. അങ്ങനെ എൻ്റെ കർത്താവിന്റെ കൃപ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, എത്ര എനിക്ക് ചെയ്തു തരുന്നതെന്നില്ല എനിക്ക് പറയാനാവില്ല. നന്ദി പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഈ കയ്യിനെ കൊണ്ട് എനിക്ക് ജോലി എടുക്കാൻ പറ്റുന്നില്ല. 2 നട്ടെല്ലിനും കേടാണ്. കൂടുതൽ നടക്കാനോ സ്റ്റെപ്പ് കയറാനോ ഒന്നിനും പറ്റുന്നില്ല എനിക്ക്. പിന്നെന്താ, എൻ്റെ കർത്താവ് എന്നെ നടത്തുന്നുണ്ട്. എല്ലാം അവിടുത്തെ കർത്താവ്. കല്യാണത്തിന് ദൂരം വലിച്ചെറിഞ്ഞ ഭരണിനെ പോലെ എന്നെ വലിച്ചെറിഞ്ഞെടുത്തുന്ന എൻ്റെ കർത്താവ് ആ ഭരണി എടുത്ത് കഴുകി പച്ചവെള്ളം നിറച്ച് ഏറ്റവും കൂടുതലായ രുചികരമായ വൈന് പോലെ എന്നെ ആക്കി തീർക്കുന്ന എൻ്റെ കർത്താവ് ആക്കി തീർത്തത്. ഇത്രയും കഴിയുന്നില്ലെങ്കിൽ എൻ്റെ കർത്താവ് രാവിലെ എന്നെ 4 മണിക്ക് എന്നെ കൈ പിടിച്ച് ഉണർത്തുന്ന പോലെ തട്ടി ഉണരും. ഞാൻ വേദന സഹിച്ചാലും എനിക്ക് ഉറപ്പിന്നെ എനിക്ക് കടത്തം കൊള്ളൂല. പിന്നെ ആരാധനയും മീറ്റിങ്ങും കാര്യങ്ങളും സൂം മീറ്റിങ്ങിലും പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച്
എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ശേഷം ഞാൻ പിന്നെ എന്തിനും ഒരു കാര്യത്തിൽ എൻ്റെ കർത്താവിൻ്റെ ഒരു എനിക്ക് ആ തരുന്ന ആനന്ദത്തിന് എത്ര ഞാൻ പറയണോ, ഞാൻ എങ്ങനെ സ്തുതിക്കണം എന്ന് എനിക്ക് അറിയുന്നില്ല. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഇട്ട് കഷ്ടങ്ങളുണ്ട്. ആ കഷ്ടം എന്ന് പറഞ്ഞത് കഷ്ടമല്ല, അത് നമ്മൾ എന്നെ മെടഞ്ഞെടുക്കാനില്ല കഷ്ടങ്ങളാണ്. കർത്താവിന്റെ എൻ്റെ ശരീരത്തിൽ വരുന്ന വേദനകള് അത് വേദനയല്ല, അത് എന്നെ മെടഞ്ഞെടുക്കുന്നതാണ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിച്ചില്ല. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ പോകുന്നത്. കർത്താവിനെ കുറിച്ച് പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ തീരാത്ത ആനന്ദമാണ്. കർത്താവ് ചെയ്യുന്ന നന്മകളും കർത്താവിന് എത്ര നന്ദി അർപ്പിച്ചാലും എനിക്ക് മതി വരില്ല. ഞാൻ കന്നഡമാണ് പഠിച്ചത്, എനിക്ക് മലയാളം അറിയില്ലായിരുന്നു. മലയാളം വായിക്കണം എന്ന് എനിക്ക് ആഗ്രഹം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് ബൈബിള് വായിക്കുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ വായിക്കണം, എനിക്ക് കന്നഡത്തിൽ വായിക്കണ്ട, എനിക്ക് കന്നഡയെ വേണ്ട, എനിക്ക് മലയാളത്തിൽ ബൈബിൾ വായിക്കണം. കർത്താവിനോട് ചോദിച്ചു. കർത്താവ് അത് പഠിക്കാൻ എനിക്ക് തന്നു. ഓരോ അക്ഷരങ്ങളും പറഞ്ഞാണ് പരിശുദ്ധാത്മാക്കളുടെ. ഞാൻ മലയാളത്തിൽ വായിക്കും. പക്ഷെ കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് വായിച്ചു കൊടുക്കാൻ എനിക്ക് സ്വന്തമായിട്ട് വായിച്ച് ഞാൻ ബൈബിള് മലയാളം വായിക്കും. കന്നഡ തൊടലേ ഇല്ലായിരുന്നു. ഒരക്ഷരം ഞാൻ മലയാളം പഠിച്ചിട്ടില്ല. അങ്ങനെ ബൈബിള് വായിച്ച് എനിക്ക് കർത്താവ് അറിവ് തന്നു ബൈബിള് വായിക്കാൻ. ഞാൻ കർത്താവിനെ മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ കണ്ണുനീര് ആ ബൈബിളിൽ എത്രയോ വന്നിട്ടുണ്ട്. എൻ്റെ അരുമനാഥനെ കാണണം എനിക്ക്. അരുമനാഥന്റെ ആ തേജസ് ഒന്ന് കണ്ടാൽ മതി എന്നില്ല കൊതിയില്ല. അരുമനാഥന്റെ വരവ് വരെ കാത്തിരിക്കാനും എൻ്റെ തലമുറകൾ കാത്തിരിക്കാനും കാണുവാനും ദൈവം അതിനില്ല ഒരിക്കലും ആയുസ് നീട്ടും ബലവും തരട്ടെ എന്നില്ല പ്രാർത്ഥന. ഞാൻ മാത്രമല്ല, എൻ്റെ തലമുറകളായിട്ട് കർത്താവിനെ അറിയണം, കർത്താവിനെ ആരാധിക്കണം, ആത്മീയമായിട്ട് വളരുന്നില്ല പ്രാർത്ഥനയില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചാൽ അതിനില്ല മറുപടി കർത്താവ് തരൂ എനിക്ക്. നീ ഒന്നും ചെയ്യണ്ട, നീ അവിടെ ഇരുന്നോ, നീ ചെയ്യുന്നത് പോലെ ചെയ്തോ, പോകുന്നത് പോലെ പോട്ടെ. ഈ വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു. നീ വിഷമിക്കണ്ട, എന്നെ വിളിച്ച്. ഞാൻ ഒരു സമയത്ത് ബഹ്റൈനിൽ ഞാൻ ഒരു വിസന്റെ സംഗതിക്ക് വളരെ അറ്റം വിഷമിച്ചിട്ടുണ്ടായിരുന്നു. കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവ് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ വിസ എന്ത് ചെയ്യണം, വിസ എനിക്ക് അടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് കയറി പോകേണ്ടി വരുമല്ലോ. പിറ്റേന്ന് അറബി പെണ്ണ് ഒരു ലേഡിയായിരുന്നു വിസ തരുന്നത്. പിറ്റേന്ന് തന്നെ എന്നെ അറബിച്ച് പെണ്ണുങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, കുൽസു നിന്റെ വിസ റെഡി ആയിട്ടുണ്ട്, നീ നാളെ ആ പൈസയും പാസ്പോർട്ടും എടുത്തിട്ട് വരണം, വിസ റെഡിയാണ് നിൻ്റെത്. പിറ്റേന്ന് തന്നെ 3 ദിവസം കൊണ്ട് എൻ്റെ വിസ കയ്യിൽ വന്നു, കയ്യിലടിച്ച് തന്നു, പാസ്പോർട്ട് അടിച്ച് വിസ. അങ്ങനെ ഓരോ കാര്യത്തിനും ഞാൻ ആവശ്യപ്പെട്ടത് എൻ്റെ കർത്താവിനോട് ഞാൻ മുട്ടൂത്തി കരഞ്ഞിട്ടാണ്. അത് അന്ന് പിറ്റേന്ന് ഒരു ദിവസം കഴിഞ്ഞല്ല, 3 ദിവസം കഴിഞ്ഞല്ല, ഒരാഴ്ച കഴിഞ്ഞാൽ അത് സാധിപ്പിച്ചു തരും. ഞാൻ ഓരോന്ന് എടുക്കുന്ന സമയത്ത് കർത്താവിനെ ഏൽപ്പിച്ച്, കർത്താവ് നിന്റെ വാക്കുകളാണ് ഈ വചനം, ആദിയിലെ വചനം ദൈവമാണ്, ഈ വചനം കർത്താവാണ്, കർത്താവ് സംസാരിക്കുന്നതാണ് വചനത്തിൽ കൂടെ. ആ ബൈബിൾ എടുത്ത് വായിച്ചിട്ട് ഞാൻ എവിടെ ഇറങ്ങും, എന്തിനും പുറപ്പെടും. എന്തെങ്കിലും സങ്കടം വന്ന ഒരു ദിവസം എനിക്ക് വിഷമാണെങ്കിൽ ഒരു 10 വട്ടമല്ല 100 വട്ടം ബൈബിൾ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കും ഞാൻ. അതിൽ നിന്നെല്ലാം കിട്ടുന്ന എനിക്ക് സങ്കീർത്തനത്തിൻ്റെ, മത്തായിൻ്റെതും പുറപ്പാട് പുസ്തകത്തിൻ്റെ എല്ലാം സമാധാനത്തിൻ്റെ ആയിരിക്കും എനിക്ക് കിട്ടും. അപ്പം ഞാൻ കുളിരങ്ങ് കോരും. എൻ്റെ കർത്താവ് എനിക്ക് പറഞ്ഞ് മറുപടി തന്നല്ലോ എനിക്ക്, ഇനി എന്തിനാ ഞാൻ വിഷമിക്കുന്നത്, എൻ്റെ അരുമനാഥ കൂടെ ഉണ്ട്, ഇനി ഒന്നിനും എനിക്ക് വിഷമമില്ല. ഞാൻ അപ്പം ചിരിച്ചുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ മുഖം നോക്കി ചിരിച്ച് പറഞ്ഞു.
വലിയൊരു ആനന്ദമാണ്. അതുപോലെ ഇനി ഞാൻ വളരെ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കുടുംബങ്ങളെല്ലാം ദൈവത്തിനെ അറിയണം, ദൈവത്തിനെ അറിഞ്ഞു വരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ദൈവം സാധിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ദൈവം അതും ചെയ്തു തരും എന്നുള്ള വിശ്വാസമാണ് ഉള്ളത്. ഈ കിഡ്നി കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ 3 മാസം ഇല്ലെന്ന് പറഞ്ഞ സമയത്ത് എന്നെ കർത്താവ് എങ്ങനെയാന്ന് അറിയില്ല കഴുകന്റെ ചിറകിന്റെ മുകളിൽ കയറ്റി പറത്തി കൊണ്ടുപോയിട്ട് പിന്നെ ബഹ്റൈനിലിട്ട പോലെ എന്നെ കൊണ്ടുപോയിട്ടത്. ഞാൻ ചിന്തിച്ചിട്ടും കൂടി ഇല്ല ഞാൻ വീണ്ടും ഞാൻ പോകുന്നില്ലത്. ഒരു ഉടുക്കാൻ തുണി അത്രക്കും ബുദ്ധിമുട്ടില്ലായിരുന്നു. വെറും 3 ഇട്ട ഡ്രസ്സും 2 പഴയ ഡ്രസ്സും കൊണ്ടാ പോയത് ഞാൻ. അതെനിക്ക് ഭയങ്കര അതിശയം. ഓരോ കാര്യത്തിനും ദൈവം അപ്പൊ അവിടെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും വേണ്ടാന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ദൈവത്തിന് എനിക്ക് കർത്താവിന് ഇല്ലാത്തത് ഒന്നും വേണ്ട. കർത്താവിന് ഇഷ്ടപ്പെട്ട പ്രകാരം എന്നെ നടത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ എന്നെ നടത്തുന്നുണ്ട്. കഷ്ടങ്ങൾ, ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കഷ്ടങ്ങളല്ല, അതെല്ലാം ഒരു ആനന്ദമായിരുന്നു, സന്തോഷം. മനസ്സിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഇപ്പൊ ഞാൻ ചിന്തിക്കൂ, ഞാൻ കഷ്ടപ്പെട്ടതല്ലോ ഇതില് കർത്താവിനെ അറിഞ്ഞുകൊണ്ടാണോന്ന്? അല്ല, കർത്താവിനെ അറിഞ്ഞുകൊണ്ടല്ല. അത് പുതുക്കി പണിയുന്നതാ. നമുക്ക് ഇപ്പെന്ന് പറഞ്ഞാല് ഒന്നും ഇല്ലാത്ത കഷ്ടപ്പെടുന്നവരെ കണ്ടാല് ആർക്കും വേണ്ട. സമ്പത്തും പണവും ഇല്ല ആൾക്കാരെ വേണ്ടു. പക്ഷെ കർത്താവിനെ ഒന്നിനും കൊള്ളാത്ത ആരുണ്ട്? അവരെയാണ് കർത്താവ് ഏറ്റെടുക്കുന്നത്. അത് സ്വർഗത്തിലേക്കാണ്, നിത്യത്തിലേക്കാണ് ആ ഏറ്റെടുക്കുന്നത്. ഞാൻ കർത്താവിനെ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവിനെ ഞാൻ ആകാശത്ത് ഞാൻ ഇപ്പൊ ഇതിന്റെ ഇടക്ക് വെച്ചിട്ട് ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ച് എന്തോ മനസ്സ് വിഷമിച്ച് ഞാൻ കിടക്കുന്ന അന്ന് രാത്രി ഞാൻ ഏതോ ഒരു ചർച്ചിലായില്ല, ഒരുപാട് ആൾക്കൂട്ടങ്ങളുണ്ട്, ഞാനും പോയിട്ടുണ്ട്. ആ ആൾക്കൂട്ടത്തിന്റെ അടുത്ത് ഞാൻ പുറത്തായില്ല, ഇഷ്ടംപോലെ ആൾക്കാർ പള്ളിന്റെ ഉള്ളിലുണ്ട്, ചർച്ചിന്റെ ഉള്ളിലുണ്ട്, കുറെ ആൾക്കാർ പുറത്ത് നിൽക്കുന്നു. ഞാനിപ്പോ ആകാശത്ത് നോക്കുന്ന സമയത്ത് കർത്താവിന്റെ ആ രൂപം അവിടെ നിന്ന് ഇങ്ങനെ വെളിപ്പെടുന്നു. അതില് നമ്മളെ ഈ ലോകത്തിന്റെ മറ്റേ ഇതുണ്ട്, മാപ്പ് പോലത്തെ ഇതുണ്ടല്ലോ സാധനം, നമ്മളാ ഉരുണ്ട സാധനത്തെ എന്താന്ന് പറയാ എന്നുണ്ട്. അപ്പോ അത് കാണുന്നു ഞാൻ, ലോകങ്ങൾ ഇങ്ങനെ കാണുന്ന അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ കർത്താവിന്റെ രൂപം ഇങ്ങനെ കാണുന്നത്. അപ്പൊ ഞാൻ പറയൂ, ഈ ലോകം ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഈ ലോകം മൊത്തം കർത്താവിന്റെ ഉള്ളം കയ്യിലാണ് ഉള്ളത്, നമ്മളെ ഉള്ളം കയ്യിലല്ല. ആകാശവും ഭൂമിയും ഗോളങ്ങളും ഇതെല്ലാം കർത്താവിന്റെ ഒരു ഉള്ളം കയ്യിലാണ് ഉള്ളത്. കർത്താവ് ആ ഇതിന്റെ ഉള്ളിൽ നിന്നാണ് ഇങ്ങോട്ട് കാണുന്നത്. ഞാനിപ്പോ മറ്റുള്ളവർക്കും വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇതാ കണ്ടോന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ഇവള് വെറുതെ പറയുന്നു. ചില ആൾക്കാർ ഓടി വന്ന് കണ്ട് കർത്താവിനെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരും സന്തോഷിക്കുന്നു. ഞാൻ എൻ്റെ മകനെ വിളിക്കുന്നു, മോനെ കാണുന്നു, എൻ്റെ മോനും കാണുന്നു. അങ്ങനെ കണ്ട് സന്തോഷിച്ച് ഹല്ലേലൂയ എന്ന് വിളിക്കുന്നുണ്ട്. ഉറക്കു നെട്ടിയാൻ അങ്ങനെ പല പ്രാവശ്യം ഞാൻ കാണുന്നുണ്ട്. ഓരോ സമയത്തും ഞാൻ മനസ്സ് നൊന്ത് കഴിഞ്ഞാൽ, അങ്ങേ അറ്റം നൊന്താലേ ഞാൻ അന്ന് എനിക്ക് എൻ്റെ കർത്താവിന്റെ സമാധാനം എനിക്ക് കിട്ടും. ഇന്ന് വരെ കഷ്ടത്തില, ഇപ്പൊ ഞാൻ വിഷമത്തില ജീവിക്കുന്നത്. ജോലിക്ക് പോകാൻ കഴിയാണ്ടും വളരെ വിഷമത്തില. പക്ഷെ എന്നാൽ എനിക്കൊരു ആനന്ദം, സന്തോഷം വേറെ തന്നെ ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ ദൈവമക്കളുടെ അടുത്ത് സംസാരിക്കുന്നത്, വചനം വായിക്കുന്നത്, മീറ്റിങ്ങിൽ കയറുന്നത്, സൂം മീറ്റിങ്ങിൽ കയറുന്നത്, ഇതെല്ലാം എനിക്ക് ആനന്ദമാണ്. എല്ലാവരോടും ദൈവമക്കളോട് പാഷന്മാരെടുത്ത് ആരടുത്തും സംസാരിക്കുമ്പോൾ അവർ വചനങ്ങൾ പറയുന്നത്, ദൈവത്തിനെ പറ്റിയില്ല കാര്യങ്ങൾ പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും അതെല്ലാം മറന്നുപോകും. ഒരു വിഷമത്തിനും വേദന സഹിക്കാൻ കഴിയാണ്ടാകുമ്പോൾ ഞാൻ ടാബ്ലറ്റ് എടുത്തൊന്നും കുടിക്കൂല. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമം വെച്ച് ഈ ലോകത്ത് അധികാരമുള്ള നാമം ഉണ്ടെങ്കിൽ കർത്താവിന്റെ നാമം. ഈ 2024
ഇന്ന് വരെയും ആ നാമത്തിന് ഒരു കുറവും വന്നിട്ടില്ല, ഒരു കോട്ടവും വന്നിട്ടില്ല. ആ നാമം വിളിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ ജനങ്ങൾ പെരുകി വരുന്നേ, കടലിലെ മീന് പെരുകുന്നത് പോലെ പെരുകി വരുന്നേ, ആരും കുറഞ്ഞു പോകുന്നില്ല. ഒരാൾ മരിച്ചാൽ 10 ആളിപ്പുറത്ത് ജനിക്കുന്നുണ്ട് കർത്താവിനെ വിളിക്കാൻ വേണ്ടിയിട്ട്. ഇന്നും ഈ ലോകം മുഴുവനും കർത്താവിനെ അറിയണം, കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവരാണ് എന്നില്ല പ്രാർത്ഥനയില്ല. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരാളെ മരിച്ചിട്ടുണ്ടെങ്കിൽ 10 ആളിപ്പുറം കർത്താവിന്റെ നാമം ചൊല്ലി ഉയർത്തപ്പെടുന്നുണ്ട്. ആ നാമത്തിന് ഒരു കുറവും വരില്ല. ജീവനുള്ള ദൈവമാണ്. ആ ജീവനുള്ള ദൈവത്തിലേക്ക് ഒരു ഒരു ഗ്രന്ഥങ്ങളും എത്തൂല. ആ ഗ്രന്ഥത്തിന് ഈ ബൈബിളിലേക്ക് ഒരു ഗ്രന്ഥവും എത്തൂല. ഇത് ജീവനുള്ള ദൈവമാണ്. ഇത് ഇപ്പുറത്ത് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ 1000 എണ്ണം അപ്പുറത്ത് പൊന്തി വരും. ഈ ബൈബിള് ജീവനാണ്. ഇത് കടക്കുമ്പോ തലന്റെ അടുത്ത് വച്ച് കടന്നാൽ തന്നെ 1000 പേര് നമ്മളെ കൂടെ ഇല്ല ധൈര്യവും ബലവുമാണ് ഇല്ല. ഇത് ഞാൻ കടക്കുന്ന സമയത്ത് വേറെ ഏടെങ്കിലും ഒന്ന് വെച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കടന്നു വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒരു എന്റെ ബൈബിൾ എവിടെ, ഞാൻ അത് കൊണ്ടുവന്ന് എന്റെ തലക്കമ്പാത്ത് വെച്ചിട്ടേ ഞാൻ കടന്നുറങ്ങും. ആ അരുമനാഥനെ കാണുവാനും ദൈവം അറിയുവാനും എനിക്ക് ചെറുപ്പകാലത്ത് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആരാധിക്കുവാനും കർത്താവിന്റെ രൂപം കണ്ടതും അത് എത്രത്തോളം ഞാൻ ദൈവത്തിനോട് നന്ദി പറയണം, എത്രത്തോളം ആരാധിക്കണം. എൻ്റെ ആയുസ് മതിയാവൂല എനിക്ക് ആരാധിച്ചാലും നന്ദി പറഞ്ഞാൽ. ഞാൻ ദൈവത്തിനോട് എപ്പോഴും പറയുന്ന, കർത്താവേ നിന്നെ ആരാധിക്കുവാൻ എനിക്ക് ആയുസ്സും നീട്ടും ബലവും തരണം, നിന്നെ സ്തുതിക്കുവാനും നിന്റെ പൊന്മുഖം കാണുവാനും നിന്റെ തേജസ് കാണുവാനും. അരുമനാഥ എനിക്ക് അതിനു വേണ്ടി നീ എനിക്ക് ഈ ഭൂമിയിൽ ആയുസിന് കൂട്ടിയിട്ട് തരണം എന്നില്ല പ്രാർത്ഥന. അത് ഇനി ആരെന്ത് പറഞ്ഞാലും ശരി, നമ്മളെ യേശുമിശിഹായിന് ജീവനുള്ള ദൈവമാണ്. ആരെത്ര പറയട്ടെ, 3-ാം വേദം 4-ാം വേദം എന്ന് പറയും. ഈ ഗ്രന്ഥത്തില്ല തന്നെ അതിലും ഇല്ലത്, അതിലൊരു മാറ്റവും ഇല്ല. ഞാൻ വായിച്ചു നോക്കുമ്പോൾ ഇതിലില്ല തന്നെ അതിലില്ല, അതിൽ യാതൊരു മാറ്റവും ഇല്ല. അതിന് വിശദീകരിച്ച് പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിപ്പോ ഞാൻ പറയുന്നില്ല എന്തായാലും. പക്ഷെ ഈ വചനം എന്ന് പറയുന്നത്, വചനം അഗ്നിയാണ്, തീയാണത്. ഇരുതലന്റെ വാളാണത്. ഒരു തലയല്ല, ഇരുതലന്റെ വാളാണത് വചനം. ഈ ബൈബിള് കത്തിച്ചു കളഞ്ഞ ആളും ചവിട്ടിപ്പെരക്കിയ ആളും കർത്താവിനെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. അതുപോലത്തെ ഒരു ശക്തിയും ഒരു ഗ്രന്ഥത്തിലും ഇട്ടിലുമില്ല. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, മതമല്ല, ഒന്നുമല്ല, മതപരമായിട്ട് പറയുന്നതല്ല, ഒന്നുമല്ല. എൻ്റെ ആ 5 വയസ്സിൽ 4.5 വയസ്സ് 5 വയസ്സിൽ എനിക്ക് കർത്താവ് ഈ ലോകത്തേക്ക് പിശാചിനെ കൊല്ലുവാൻ ഇറങ്ങി വരും എന്ന് പറഞ്ഞത്. മറ്റില്ല ഒരു നബിമാരും വരൂല അന്ന് പറഞ്ഞ അത് ഈ ബൈബിളിൽ കാണുന്നുണ്ട്. ഇബ്രാഹിം നബി, മൂസ നബി, യാക്കൂബ് നബി, നൂഹ് നബി, ഇസ്മായിൽ നബി എല്ലാം പറയുന്നു. എല്ലാ അതിൽ തന്നെ ഉണ്ട്. അബ്രഹാമിന്റെ, യാക്കൂബിന്റെ, ഇസ്ഹാക്കിന്റെ, ദാവീദിന്റെ, ഏലിയാവിന്റെ, മൂസയുടെ. എന്നോട് എൻ്റെ കർത്താവ് പറഞ്ഞ, മകളെ നീ എന്നെ വിശ്വസിച്ചു, മൂസയുടെ കൂടെ എങ്ങനെ ഉണ്ടായി അതുപോലെ നിന്റെ കൂടെ ഉണ്ടാവും.
ആ കരുത്തും ആ വിശ്വാസത്തിൽ കൂടെ എൻ്റെ കർത്താവിനെ ഞാൻ ഇന്നും ആരാധിക്കുന്നു. എൻ്റെ കർത്താവ് പറഞ്ഞ ആ വാക്ക്. വചനം എനിക്ക് മലയാളം എന്ന് പറഞ്ഞാൽ അറിയാത്ത ഞാൻ ഇന്ന് ബൈബിള് അക്ഷരം എനിക്ക് ആദ്യം തെറ്റുണ്ടായി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് അക്ഷരം തെറ്റാണ്ട് വായിക്കണം, പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങി. ബൈബിളിനെ മുഖത്ത് വെച്ചിട്ട് ഞാൻ കരയും, കണ്ണുനീരെല്ലാം ബൈബിളിൽ വരും. പിന്നെ എനിക്കത് അക്ഷരം തെറ്റുന്ന സമയത്ത് എന്നോട് ആരോ ഒന്ന് പറഞ്ഞു തരുന്ന പോലെ എനിക്ക് തോന്നി. ഒന്നവിടെ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ പറ്റ അക്ഷരം എനിക്ക് അപ്പൊ തന്നെ എനിക്ക് മനസ്സിൽ വന്നിട്ടായി. ദൈവം ഈനെല്ലാം കഴിവ് തന്നെ ദൈവം ഇനിയും എന്നെ നിന്ദിച്ചവരെ മുമ്പിൽ എന്നെ മാനിച്ച് കൊണ്ടുവരും. ഇനിയും മാനിച്ചു കൊണ്ടുവരുന്നില്ല വിശ്വാസം. കൊണ്ടുവരും ദൈവം. എൻ്റെ കർത്താവ് ജീവനുള്ള ദൈവത്തിനെ ഞാൻ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ ദൈവം കൊണ്ടുവരും. എനിക്ക് ഇന്ന് ഇരിക്കാൻ വീടില്ല. എത്രയോ ആൾക്കാരെ വീട്ടിന്റെ കൊലായി കൂടെ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട് ഓരോ രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട്. 3 വർഷത്തില പഠിക്കുന്നത്. എനിക്ക് വാടക കൊടുക്കാൻ പറ്റുന്നില്ല, ജോലി എടുക്കാൻ പറ്റാത്തതുകൊണ്ട്. അതും ഞാൻ പറയും ദൈവത്തിന്റെ അടുത്ത്, ദൈവമേ, നീ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞതാ. ആ മെടഞ്ഞ ശരീരത്തിൽ എവിടെയാണ് വേദന, എവിടെയാണ് രോഗം, എവിടെയാണ് നരമ്പിൻ്റെ, എവിടെയാണ് എല്ലിന്റെ അകൽച്ച, എല്ലാം നീ അറിയുന്നുണ്ട്. എൻ്റെ വേദന എത്രത്തോളം ഉണ്ട് നീ അറിയുന്നുണ്ട്. കർത്താവിന്റെ മേലിൽ ഓരോ വേദനകളില്ല, അതുപോലത്തെ ഒരു വേദനയാണ് ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. കർത്താവ്, നിന്റെ വേദന ഞാനും ഏറ്റെടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി നീ മരിച്ചു. നിന്റെ ശരീരത്തിൽ ഓരോ മുറിവിന്റെ വേദനകൾ എൻ്റെ ശരീരത്തിൽ ഞാൻ ഉൾക്കൊള്ളുന്നു. അത് എവിടെയാന്നില്ലെന്ന് എനിക്കറിയാം. എന്തുണ്ടെങ്കിലും അത് എൻ്റെ ശരീരത്തിലെന്ന് എനിക്കറിയാത്തത് ഒന്നുമില്ല. അത് നീ എനിക്ക് സൗഖ്യം തരണം. എനിക്ക് അന്നന്ന് നിത്യതയിലേക്കുള്ളത് എനിക്ക് എൻ്റെ കർത്താവ് എനിക്ക് സമ്പാദിക്കണം എന്നില്ലേ പ്രാർത്ഥന എനിക്കില്ല. ഞാൻ ജോലി എടുക്കാൻ പോകാണ്ടല്ല, എനിക്ക് ജോലി എടുക്കാൻ പോകണം. എൻ്റെ വേദന സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പോകാത്തതെന്ന് എനിക്കറിയാലോ കർത്താവെ. ഇന്ന് വരെ നീ എന്നെ നടത്തി, ഇനിയും നീ എന്നെ നടത്താൻ മതിയായ, നീ എന്നെ നടത്തും എന്നില്ല വിശ്വാസം. ഞാൻ പൊൻകരങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം, സ്വർഗത്തിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവെ, എൻ്റെ എല്ലാം നീ അങ്ങ് ഏറ്റെടുത്തു. ഏറ്റെടുത്തിന് നീ ഇനിയും നീ ഏറ്റെടുത്തു. എന്നെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഓരോ ദിവസം ഞാൻ ഭക്ഷണത്തിന് മുമ്പിലിരിക്കുമ്പോൾ കർത്താവെ, ഇന്ന് ഈ ഭക്ഷണം തന്ന് ഏലിയാവിന് കാക്കയിൽ എത്തിച്ചു കൊടുത്ത പോലത്തെ ഭക്ഷണം ഇന്ന് എനിക്ക് എത്തിച്ചെന്നു. നാളെ നിന്റെ കയ്യിലായില്ലത്, നീ എനിക്ക് തരണം. പുതുമന്നനെ കൊടുത്ത പോലെ, പുതുകാടനെ കൊടുത്ത പോലെ എല്ലാം നീയാണ് എനിക്ക് തരുന്നത്. ഓരോ ദിവസം ഞാൻ ഭക്ഷണത്തിന് കർത്താവിന് സമർപ്പിച്ചിട്ട് മോനെ പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം എത്ര വീടുകൾ എൻ്റെ മോനെയും കൊണ്ട് ഞാൻ കയറി നിന്ന് എനിക്ക് എണ്ണയെ തീരൂല. ഓരോ രാത്രി കടത്തുവാനും തുടങ്ങുന്നു. കല്യാണം കഴിച്ചെന്നല്ലാണ്ട് എനിക്ക് അതിൽ നിന്ന് യാതൊരു ഗുണവും കിട്ടിയില്ല. പിന്നെ എനിക്ക് തന്നത് ഒരു സമ്പാദ്യം. എല്ലാം ഞാൻ മറക്കും. ഒന്നും നഷ്ടപ്പെട്ടതിനെ പറ്റി ഞാൻ ഒന്നും ചിന്തിക്കലില്ല. നഷ്ടപ്പെട്ടതിനെ പറ്റിയിട്ട്, കഴിഞ്ഞ കാര്യത്തെ പറ്റിയിട്ട് ഞാൻ ചിന്തിക്കലില്ല. നമ്മൾ പുതിയ ജന്മമാണ്, പുതിയ ജീവിതം, പുതിയ ജന്മമാണ്. എല്ലാ ജഡം പോയി, നമ്മൾ പഴയ ജഡത്തിന്റെ എല്ലാം പോയി കഴിഞ്ഞു. അപ്പൊ ഞാൻ കർത്താവിനോട് പറയുന്നത്, കർത്താവെ, നിന്റെ മകളാണ് ഞാൻ, നീ എൻ്റെ അപ്പനാണ്, എനിക്ക് എന്ത് വേണ്ടിക്കും ചോദിക്കാലോ. അപ്പനോട് മക്കൾക്ക് എന്ത് വേണ്ടിക്കും ചോദിക്കാം, അതുപോലെ ഞാൻ ചോദിക്കുന്നുണ്ട്. തരുന്നത് നിന്റെ ഇഷ്ടം. നീ അവിടുന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട് തരണാ മതി. നിന്നെ ഇഷ്ടപ്രകാരം എന്നെ നടത്തണം. ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി എനിക്ക് ജോലിക്ക് പോകണം, എൻ്റെ വേദന മാറ്റിത്തരണം, എൻ്റെ രോഗം മാറ്റിത്തരണം എന്ന് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് പറയുന്നത്, നീ അവിടെ ഇരിക്ക്, നിന്നെ ഞാനല്ലേ നടത്തുന്നത്,
നീ അവിടെ ഇരുന്നോ. ദൈവത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനായി, കൂടുതൽ വചനങ്ങൾ വായിക്കാനായി, കൂടുതൽ ആരാധിക്കുവാനായി. ഫുൾ ടൈം ഞാൻ ആരാധനയും പ്രാർത്ഥനയും ഉണ്ട്. ഞാൻ ആരെങ്കിലും ഫോൺ വിളിക്കും, വർത്താനം പറയും, എടുക്കും എന്നല്ലാണ്ട് ഞാൻ TV കാണാനോ സിനിമ കാണാനോ സീരിയൽ കാണാനോ അതിനൊന്നും ഞാൻ നിൽക്കില്ല. പിന്നെ ചിലപ്പോൾ ഓരോ വീടുകളിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ നമ്മൾ കൂടി ഇരിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും ഞാനൊന്ന്. ഞാൻ അവർക്കൊരു മുഷ്പ് വേണ്ടാലോ എന്ന്. അത് ഞാൻ അതിലേക്ക് ശ്രദ്ധിക്കലല്ല ഞാൻ ഇല്ലത്. അപ്പോൾ ഞാൻ എന്താക്കും, ഇയർഫോൺ വെച്ചിട്ട് വല്ല മീറ്റിങ്ങോ കാര്യങ്ങളോ സൂം മീറ്റിങ്ങോ വല്ല പ്രാർത്ഥനയോ ആരാധനയോ ചുവട്ടിൽ വെച്ചോണ്ട് നോക്കും ഞാൻ. ഇത്രയെല്ലാം നടത്തുന്ന ദൈവത്തിനെ എത്ര ഞാൻ ആരാധിക്കണോ, എത്ര ഞാൻ സ്തുതിക്കണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കർത്താവിനെ കവുന്നടിച്ച് കാല് പിടിച്ചിരുന്ന കരയും ഞാൻ. എൻ്റെ കണ്ണുനീര് അതിൻ്റെ അടുത്ത് തന്നെ ബൈബിളും ഉണ്ടാവും. കർത്താവിൻ്റെ ആ തേജസ് ഒന്ന് കാണാനും ഞാൻ വേണ്ടിയിട്ട് ഞാൻ കരയുന്നു. എത്ര കണ്ടാലും മതി വരൂല, എത്ര കണ്ടാലും കൊതി തീരാത്തില്ല കർത്താവ്. ഇനി നമ്മൾ ഈ നീലമേല ആകാശത്തിൽ നിന്ന് കർത്താവ് എപ്പാണ് പൊൻകച്ച കെട്ടി ഇറങ്ങുന്നത്, കിരീടം വെച്ച് പൊൻകച്ച കെട്ടി ഇറങ്ങുന്നതൊന്ന് കണ്ടാൽ മതി ഈ ലോകത്തേക്ക് എന്നിട്ട് ഞാൻ ആശിച്ചിരിക്കുന്നു. എനിക്കൊരാളെ കുറ്റം പറയുന്നതോ ഒരാളെ നിന്ദിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല. ഞാൻ പറയും എനിക്കത് ഇഷ്ടമല്ല. ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഒഴിവായി വരും. എന്തിനാ നമ്മൾ പറയുന്നത്? നമ്മളല്ലല്ലോ ഇതിൻ്റെ എല്ലാ ആള്. എല്ലാത്തിനും ഉടയവനും ഒരാളുണ്ട്, ഓനാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. ഇനിയിപ്പോ ഒരാഗ്രഹം കൂടിയില്ലോ, എനിക്ക് സ്വന്തമായിട്ടൊരു ചെറിയൊരു വീട് വേണം. ആ വീട്ടില് എൻ്റെ ഒരു ആരാധന റൂം, അതൊന്നും ആരും വേറെ ഇല്ല. വീട്ടിൽ പോയാൽ നമ്മൾ എത്ര ഒരു റൂമിൽ ഇരുന്ന് ആരാധിച്ചാലും എന്താക്കിയാലും ആ വീട് വിട്ട് പോകണല്ലോ. സ്വന്തം എന്ന് പറഞ്ഞാൽ ആ വീട്ടിലിരുന്ന് ഒന്ന് ആരാധിക്കണം എന്നില്ല വലിയ ആഗ്രഹമുണ്ട് എനിക്ക്. അതേപോലെ എനിക്ക് ഒരു വീട് കെട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ആരാധന ആലയം പോലെ ആക്കണം എനിക്ക് അങ്ങനെ ഒരു കാര്യം ആക്കണം. ഞാൻ മരിക്കുന്നതിൻ്റെ അടുത്ത് എന്നില്ല ആഗ്രഹമുണ്ട്. അത് ദൈവം എനിക്ക് അതിന്റെ സമയം നേരം എത്തിയിട്ടില്ല. ആ സമയം നേരം വരുമ്പോൾ ദൈവം ഒരുക്കുന്നില്ല വിശ്വാസമാണ്. ദൈവത്തിന്റെ സ്വർഗലോകത്ത് എത്രയോ വീടുകളുണ്ട്, അതിലൊരു വീട് എനിക്കും തരുന്നില്ല ഒറ്റ ആഗ്രഹമില്ല. ഇവിടെ ഇല്ലാണ്ട് പോയാലും എനിക്ക് അവിടെ ഉണ്ടെന്നില്ല ഒറ്റ സമാധാനവും സന്തോഷവും ഉണ്ട് എനിക്ക്. ഇപ്പൊ വീടില്ലാണ്ട് എത്രയോ വീട്ടുകാരെ മുമ്പ് കൂടെ ഞാൻ പോയിട്ടുണ്ട്. വളരെ അറ്റം അത് പറഞ്ഞാൽ തീരാത്ത വിഷമങ്ങളും ആ സമയത്ത് ഉണ്ടായിന്. പിന്നെ അത് ഞാൻ ആനന്ദിക്കുന്നുണ്ട്. എന്നാലും എനിക്കൊരു വീടില്ലാലോ വന്നില്ലൊരു ഒരു വിഷമങ്ങൾ എനിക്ക് വരുന്നുമില്ല ആ സമയത്ത്. അപ്പോഴേക്കും മറുവശത്ത് വേറെ എന്തെങ്കിലും ഒന്ന് എനിക്ക് ഉണ്ടാവും അവിടെ ഒരുക്കി വെച്ചിട്ട്. ഒന്ന് രണ്ട് വീട്ടിൽ പോയിട്ട് ഞാന് നമ്മളെ വിശ്വാസത്തിൽ വന്ന ആൾക്കാരാണ്. ഞാൻ പോയിട്ട് ആദ്യം വിളിച്ചു വരുത്തിയിട്ട് പിന്നെ നടന്ന് അവരപ്പ പറയും ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഫോൺ വന്നിട്ടുണ്ട്, നീ എന്താ ചെയ്യാ, എനിക്ക് ഇപ്പൊ പോണോ, നീ വേറെ ഇടങ്ങ് ഒന്ന് പോടൂന്ന് പറയും. അപ്പൊ ചിലപ്പം സന്ധ്യ സമയമായിട്ടുണ്ടാവും, എങ്ങോട്ട് പോകാനും അല്ല അതൊരു സമയമായിരിക്കും. ഞാൻ എന്ത് ചെയ്യും കർത്താവേ, ഞാൻ എങ്ങോട്ട് പോകും എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നുന്നു, ഇന്ന അവരെ വീട്ടിൽ പോകുന്നു. വേഗം ഒരു ഓട്ടോ വിളിച്ചിട്ടോ എന്തെങ്കിലും വിളിച്ച് വേഗം അവിടെ പോകും. അയ്യോ അപ്പൊ അവര് പറയും, ഓ ഉത്സേ നിനക്ക് ഇന്നങ്ങ് വരാൻ തോന്നിയില്ല, നീ എന്താ പറ്റാണ്ട് ഇത്ര ദിവസം എന്നില്ല വാക്ക എനിക്ക് ഇന്ന് എനിക്ക് വരാൻ തോന്നിയല്ലോ, നീ എത്ര ദിവസമായി ഞങ്ങളവിടെ വന്നിട്ട് എന്നില്ല വാക്ക അവരുടെ ഇങ്ങോട്ട് കേൾക്കല്. എന്നാലും ഞാന് എന്നെ അവരെ അങ്ങനെ അയച്ചല്ലോ, ഞാൻ ഈ സമയത്ത് തന്നെ ഇങ്ങനെ അയച്ചല്ലോ എന്ന് ഞാൻ പറയില്ല. അവരെ സാഹചര്യമായിരിക്കും, അത് ദൈവം കാണുന്നുണ്ട് എന്താന്നില്ലത്. ദൈവത്തിനറിയാം എന്താന്നില്ല അവിടെ നടക്കുന്നതും അവർ മനസ്സിൽ എന്താന്നില്ല എനിക്കറിയില്ല. ദൈവമേ, കർത്താവിനേക്ക് ഞാൻ നെഞ്ഞത്ത് കൈയും വെച്ച് ഞാനങ്ങ് ഇറങ്ങും. കർത്താവ് നീ എല്ലാം കാണുന്നുണ്ടല്ലോ എന്ന് ഞാൻ വിഷമിക്കലില്ല.
ഇപ്പൊ ഒരു ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാല് സുഖമില്ലാത്ത എല്ലാം കൊണ്ട് ഇരിക്കാൻ ഒരു ചെറിയൊരു വീട്. അത് ഞാൻ പറയും, കർത്താവെ, ഞാൻ ഈ ചോദിക്കുന്ന എന്റെ അവകാശമാണോ ഇത് തെറ്റാണോ എന്ന് എനിക്ക് അറിയുന്നില്ല, ഞാൻ ഒന്ന് ചോദിക്കുന്നുണ്ട്, എനിക്ക് തരാൻ നിന്റെ ഇതാണെങ്കിൽ തന്നാ മതി, ഇല്ലേ ഇങ്ങനെ അങ്ങ് പോട്ടെ. വല്ല ആരാധനാലയത്തിലോ വല്ല ചർച്ചിലോ അങ്ങനെ ഇന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ എങ്ങും പോയിട്ട് ഞാൻ ഇരുന്നോളാം. അന്നില്ല, ഒരു മനസ്സിലൊരു ഒരു കാര്യം മാത്രമേ ഇല്ല എനിക്ക്. എനിക്ക് എന്റേതെന്ന് പറഞ്ഞാൽ സ്വന്തം ഞമ്മക്കൊന്നുമില്ല, എനിക്കൊന്നും വേണ്ട, എനിക്ക് എന്റെ കർത്താവിനെ മതി. സ്വന്തം ബന്ധവും കൂട്ടവും കുടുംബവും എല്ലാം ആയിട്ട് എന്റെ കർത്താവിന്റെ സ്നേഹം മതി. ആ സ്നേഹത്തോടൊപ്പം വേറെ ഒരു സ്നേഹവും എത്തൂല, വേറെ ഒരു സ്നേഹം എത്തൂല എന്നുള്ളത് ഞാൻ എവിടെ വേണ്ടിക്കും വിളിച്ച് ഞാൻ പറയും. കർത്താവിന്റെ ആ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അത് ഒരിക്കലും മറക്കാനാവില്ല. എല്ലാത്തിനും നമുക്ക് മറക്കാം. എല്ലാ സ്നേഹത്തിനും നമുക്ക് കൈവിടാ പോട്ടെ, അന്നത്തെ സമയത്ത് അങ്ങനെ അവര് സ്നേഹിച്ച് അത് പോയി. പക്ഷെ എന്റെ കർത്താവിന്റെ സ്നേഹം ഉണ്ടല്ലോ, അരുമനാഥന്റെ സ്നേഹം ഒരിക്കലും മറക്കാനാവില്ല. അത് ഇന്ന് ഭൂമിയിലും നാളെ സ്വർഗലോകത്തും ആ സ്നേഹം നമുക്ക് തിളങ്ങുന്ന സ്നേഹമാണ്. ആ സ്നേഹം ചില സമയത്ത് കർത്താവ് ചെയ്യുന്ന എനിക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക്, എന്നെ കൊണ്ടു നടക്കുന്ന വിധങ്ങൾ ഓർത്ത് ഞാൻ തന്നെത്താൻ ഇരുന്ന് ദൈവത്തിനോട് ഇരുന്ന് പൊട്ടിക്കരയും. അതാ ഞാൻ എന്തുണ്ട്, ഞാൻ എന്ത് ചെയ്തിനി, എന്നെ സ്നേഹിക്കാൻ ഇത്രയും എന്താണ് ഞാൻ ചെയ്തത്, എനിക്കൊന്നും അറിയില്ല, ഞാനൊരു വിഡ്ഢിയാണ് നിന്റെ മുമ്പിൽ. എന്നൊരു വിഡ്ഢിനെ എന്നെ ഇത്രയും നീ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യണം അപ്പാ എന്നിട്ട് ഞാൻ കാലിൽ പോകും. എന്തായാലും അപ്പന്റെ കാലിൽ ഞാൻ പോകുന്ന കരയല, ആ കാലിലേക്ക് കണ്ണീര് വീഴാണ്, ഞാൻ ഇരുന്ന് കരയല. രുചിച്ചറിയലാണ്, നമ്മൾ രുചിച്ചറിയണം. കളിമണ്ണിനെ കുഴച്ച് മണ്ണാക്കി എടുത്ത് ആ മൺകൾ എത്ര സുന്ദരായിട്ട് വരുന്നു, ആ കളിമണ്ണാകുന്നവരെ ആ മണ്ണിനെ ചവിട്ടി കൂട്ടി അതിനെ പുളിക്കാൻ വെച്ച് അതിനെ അടുപ്പിലിട്ട് ചുട്ട് എടുത്ത് ആ കലം എന്തൊരു സുന്ദര. ആ കലത്തിൽ മണ്ണ് ഒഴിച്ചു വെച്ചിട്ടാണ് കുടിക്കാൻ എന്തൊരു സുന്ദര, എന്തൊരു മണാണ്. അതുപോലെ ഈ നമ്മളെക്ക് വരുന്ന ഈ കഷ്ടങ്ങളും ദുരന്തങ്ങളും കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞിട്ട് വരുന്ന ദുരന്തങ്ങൾ, അതിൽ മുമ്പിൽ വേറെ അത് വേറെ, കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞിട്ട് വരുന്ന അതെല്ലാം നല്ലതായിരുന്നു, ഒന്നും മോശത്തിനല്ല, എല്ലാം നല്ലതായിരുന്നു. അത് വീണ്ടും വീണ്ടും ചിറകുകൾ അടിച്ച് ഉയരാൻ വേണ്ടിയിട്ടില്ല. ഇന്നിവിടെ ഉയർന്നിട്ടില്ലെങ്കിൽ നാളെ സ്വർഗത്തിൽ നമ്മൾ ഉയരും, അവിടെ ആയിരിക്കും അതിൻ്റെ വേറെ ഒന്നിലും അല്ല, അവിടെ കിട്ടിയാൽ മതി. അതേപോലെ എന്റെ തലമുറകളും അതുപോലെ ആയി കിട്ടിയാൽ മതി എന്നല്ലേ ഒറ്റ പ്രാർത്ഥനയായിരിക്കും. ഇന്ന് ഈ ലോകത്ത് സാത്താന്റെ കെണിയിലും പല വലയിലും എത്രയോ മക്കൾ പെട്ടുപോകുന്നുണ്ട്. ഇതിലേക്കൊന്നും പെടാണ്ട് കർത്താവിന്റെ ആ സാന്നിധ്യത്തോട് കൂടിയിട്ട്, കർത്താവിന്റെ ആ കൃപയോട് കൂടിയിട്ട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോട് കൂടിയിട്ട് നടക്കണേ എന്ന് പറഞ്ഞിട്ടില്ലേ പ്രാർത്ഥന. ഇനി വേറൊന്നും വേണ്ട, ഈ ലോകത്ത് സമ്പാദ്യം എനിക്ക് വേണ്ട, ഒന്നും വേണ്ട. എല്ലാ സമ്പാദ്യം പോയത് എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പറയുന്നുമില്ല, എനിക്ക് വേണമെന്ന് ഞാൻ പറയുന്നു. ആകെ ഒരാഗ്രഹമില്ല, ഒരു വീട്, ഒരു തലചായ്ക്കാനും 10 ദിവസം സുഖമില്ലാണ്ട് സമാധാനത്തിൽ കടക്കാൻ ഇറങ്ങിപ്പോന്ന് ആരും പറയാണ്ട്. അതിനൊരാഗ്രഹം ഇപ്പൊ ആയിട്ടാ തുടങ്ങിയത്. അത് തീരെ ഇപ്പൊ ഈ സുഖമില്ലാണ്ട് ആയതിന്റെ ശേഷം, ഇല്ലെങ്കിൽ അതും ആഗ്രഹമില്ല. മരിച്ച ആരെയും ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല, ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല.
മാതാപിതാക്കളെയും കണ്ടില്ല, ഭർത്താവിനെയും കണ്ടില്ല, ആരെയും കണ്ടിട്ടില്ല ഞാൻ. അതെല്ലാം ദൈവത്തിലേക്ക് ഞാൻ സമർപ്പിച്ചു. ഇപ്പൊ ഞാൻ ഇപ്പൊ കണ്ടെന്ന് പറഞ്ഞിട്ട് ജീവൻ തിരിച്ചു കിട്ടുമോ? പിന്നെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയായിരിക്കും യോഗം ഉണ്ടാകുക, അതുപോലെ നടക്കട്ടെ. എന്റെ യോഗം ദൈവത്തിന്റെ ഹിതം പോലെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദൈവത്തിനോട് പറയുന്നത്. ദൈവത്തിന്റെ ഹിതം പോലെ എന്നെ നടത്തണം. ദൈവത്തിന്റെ ഹിതമായിരിക്കും, അതിനെക്കൊണ്ട് ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല. സങ്കടം വരും, മനുഷ്യനല്ലേ. പക്ഷെ മറ്റില്ലേ, വേറെ ഇല്ലേ, കൂടുതലായിട്ട് സങ്കടപ്പെടാൻ ഞാൻ നിന്നിട്ടില്ല അതിനെപ്പറ്റി. അതേപോലെ ഒരു ദിവസം രാത്രി ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്നതാ. എറണാകുളത്ത് നിന്ന് വരുന്ന ഞാൻ വന്നിറങ്ങി. അപ്പം ബാംഗ്ലൂർ വന്നിറങ്ങി. അപ്പോൾ എനിക്ക് വല്ലാണ്ട് തടിയെല്ലാം വല്ലാണ്ട് ക്ഷീണിക്കുന്നുണ്ട് ഞാൻ. എനിക്ക് ഷുഗർ കുറയുന്നതാ. എനിക്ക് തോന്നി എനിക്ക് ഷുഗർ കുറയുന്നുണ്ട് എന്നില്ല. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിൽ തന്നെ കയറി ഇരുന്ന്. അവിടെ ഇരുന്ന് ഇപ്പൊ എനിക്ക് ശരീരം വേർക്കുന്നുണ്ട്. ശരീരമാകെ വേർക്കുന്നുണ്ട്. എനിക്ക് നാവ് താഴേക്ക് പോകുന്നുണ്ട്. എനിക്ക് ഷുഗർ ഇല്ല, വളരെ ഷുഗർ കുറവാ. ഷുഗർ എൻ്റെ ശരീരത്തിൽ തന്നെ പൊതുവേ ഷുഗർ കുറവാ. ഞാൻ ഇപ്പം കൂടാൻ വേണ്ടിയിട്ട് മധുരം കഴിക്കല, നോർമൽ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വന്ന് ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ ഇരുന്ന് ഞാൻ ഇരുന്നത് മാത്രം ഓർമ്മയുണ്ട് എനിക്ക്. പിന്നെ ഞാൻ ശരീരം വേർക്കുന്നുണ്ട്, ശരീരം തളരുന്നുണ്ട്, വല്ലാത്ത അസ്വസ്ഥത ആവുന്നുണ്ട് എനിക്ക്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ കർത്താവിനെ ഹൃദയം കൊണ്ട് ഞാൻ കർത്താവിനെ ഇങ്ങനെ ആരാധിക്കുന്നുണ്ട്. കർത്താവെ, ഞാൻ ഒറ്റയ്ക്കേ ഇല്ലു, എൻ്റെ കൂടെ ആരുമില്ല, നീ മാത്രമേ ഇല്ലു എനിക്ക്, നീ അല്ലാണ്ട് മറ്റാരും ഇല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ. എനിക്ക് 2 സ്ത്രീകളുണ്ട്. ഞാൻ ഒന്ന് കണ്ണു തുറക്കുമ്പോൾ 2 സ്ത്രീകൾ, ഒരു സ്ത്രീ എൻ്റെ തോളിൽ കൈ വെച്ചിട്ടുണ്ട്, ഒരു സ്ത്രീ എനിക്ക് ജ്യൂസ് എടുത്തിട്ട് കൊണ്ടുവരുന്നു. ഒരു മുന്തിരിങ്ങന്റെ ജ്യൂസ് എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. എന്നെ ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട് കുലുക്കിയിട്ട്. ഒരു സ്ത്രീ കയ്യിൽ വെച്ചിട്ട്, എവിടെയോ ഇല്ല സ്ത്രീകൾ, ആരും അറിയേയില്ല, എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇത് കുടിക്കമ്മ, ഇത് കുടിക്കമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ കണ്ണു തുറന്നു. വേഗം എനിക്ക് അവര് വായിലേക്ക്, എനിക്ക് കൈയൊന്നും പൊന്നുന്നില്ല, വായിലേക്ക് വെച്ച് തന്നു. ഞാൻ ഒരു കൈ മെല്ലെ എങ്ങനെയോ എടുത്ത് വെച്ച് ഞാൻ പെട്ടെന്ന് കുടിച്ചത്. ഒരു ബോട്ടിൽ നിറച്ചുണ്ട്, ഒരു 10-250 മില്ലി ഉണ്ടാവും. അത് കുടിച്ചു കഴിഞ്ഞിട്ട് അവര് വെള്ളം തന്ന് മുഖം ഒന്ന് കഴുക. ഞാൻ മുഖം ഒന്ന് കഴുകി കുടിച്ച് 2 മിനിറ്റ് കഴിയുമ്പോ ഈ പെണ്ണുങ്ങൾ എന്നെ തോള് 2 ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ പിടിച്ചിട്ട്, നിങ്ങൾ എവിടെ പോകുന്ന കന്നഡത്തിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ്, ഞാൻ ഇങ്ങോട്ട് വന്ന ഇന്ന സ്ഥലത്ത് പോകണം പറഞ്ഞ്. എനിക്ക് സമാധാനമായി, കുറച്ച് നോർമലായി, ശരീരം വേർത്തെല്ലാം കൂളായി, എനിക്ക് പെട്ടെന്ന് കൂളായി വന്നു. പിന്നെ അവരൊരു ജ്യൂസും കൂടി മേടിച്ചു കൊണ്ട് തന്നു. 2 കുടിക്കമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 കുടിച്ചു. എല്ലാം കഴിഞ്ഞ് ഞാൻ സംസാരിച്ചു. അപ്പൊ നിങ്ങൾ എവിടെ പോകുന്നതെന്ന് അവരടുത്ത് ഞാൻ ചോദിച്ചു. നോക്കുമ്പോ 2 പേരും വിശ്വാസികളാ, കന്നഡക്കാരികളാ, വിശ്വാസികളാ. അപ്പൊ പിന്നെ കാതിലെല്ലാം ഇവിടെ ഇല്ലവര് എല്ലാം ചെയ്യുമല്ലോ, അതിനെക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, പൊട്ടും വെച്ചിന്. അപ്പൊ അവര് പറഞ്ഞ, ഞങ്ങളിങ്ങനെ ഒരു മീറ്റിങ്ങിന് വന്നതെന്ന്, കെങ്കേരിയിൽ വന്നതാ. അപ്പൊ ഞാൻ എൻ്റെ ദൈവത്തിനോട് ഞാൻ സ്തോത്രം പറഞ്ഞ് കയ്യിൽ നെഞ്ഞത്ത് കൈവച്ച്. അപ്പൊ ഞാൻ പറഞ്ഞ്, ഞാൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞു. അവരൊപ്പം പറഞ്ഞ്, ഇന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരി, നിങ്ങൾ സമയം ഒരു 8-9 മണിയായി, ഞങ്ങളെ വീട്ടിൽ വരിന്ന് പറഞ്ഞു. അവർക്ക് വണ്ടിയുണ്ട്, എന്നെ കൂട്ടി അന്നത്തെ ദിവസം അവിടെ പോയി നിന്ന് ഭക്ഷണമൊക്കെ തന്ന്, കിടക്കാൻ സൗകര്യം തന്നു. പാവങ്ങളാന്ന് ഇല്ല സ്ഥലത്ത് തന്ന്. അവരെ മക്കള് വണ്ടി ഓടിക്കുന്നുണ്ട്, അപ്പൊ ആ വണ്ടിയിലെ പോയത്, ഓട്ടോറിക്ഷയിൽ. അവിടെ പോയി ഭക്ഷണം തന്നു, കടന്ന് രാവിലെ എണീറ്റ് ഞാൻ കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ചു. അന്നത്തെ ദിവസം അവര് പറഞ്ഞു, നിങ്ങൾ പോകണ്ട, ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് ഞാൻ അന്നും അവിടെ നിന്ന് എല്ലാം ചെയ്തു. ഞങ്ങൾ പ്രാർത്ഥിച്ച്, മുട്ടുകാല് കുത്തി പ്രാർത്ഥിച്ച്. ദൈവത്തിന്റെ ഒരു അത്ഭുതം നോക്കണം. ആ സമയത്ത് അവരെൻ്റെ അടുത്ത് വരാൻ എന്താണ്? അപ്പൊ ദൈവം അവരെ ദൂതന്മാരെ കോലത്തിൽ, മനുഷ്യന്റെ കോലത്തിൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എത്തിച്ചത്. ഞാൻ അതുവരെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ആരും കണ്ടിട്ടില്ല. 2-3 ആണുങ്ങളും വേറെ കുറച്ച് വിട്ടിരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം ഉണ്ട്. എൻ്റെ തൊട്ടടുത്തൊരു കസാല കാലിയുണ്ട്. ഞാൻ ഇരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ദൈവത്തിനോട് എൻ്റെ ഹൃദയം കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്.
ദൈവത്തിനോട് ഹൃദയം കൊണ്ട് ഞാനിങ്ങനെ ആരാധിക്കുന്നുണ്ട്. അതും എന്റെ കയ്യിൽ ജ്യൂസും കൊണ്ട് അവർ വരുന്നത്. അവർക്ക് എങ്ങനെ മനസ്സിലായി എനിക്ക് ഷുഗർ കുറഞ്ഞെന്നുള്ളത്? അവർക്ക് മനസ്സിലായല്ലോ. അപ്പൊ അടുത്തില്ല, അവര് പറയാ, അക്ക നിങ്ങൾ എടുത്ത് വന്ന് നോക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ വേർപ്പ് പൊട്ടുന്ന കണ്ടപ്പോ ഞാൻ പോയി പറ്റോന്ന് പോയി മേടിച്ചിട്ട് വന്നതാണ്. അങ്ങനെ അന്നും അവിടെ നിന്ന് ഞാൻ സന്തോഷിച്ച് അവരെല്ലാം പ്രാർത്ഥിച്ചു ഞങ്ങളെല്ലാം. പിന്നെ അവരെ അടുത്ത വീട്ടിലെല്ലാം അവരുടെ കുടുംബക്കാരെല്ലാം ദൈവത്തിനെ അറിയാത്ത ആൾക്കാരുണ്ട്, അവിടെയെല്ലാം പോയി ദൈവത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിനെ സ്ഥാനപ്പെടുകയോ ഇതാക്കുകയോ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ പള്ളി പോവുക, ഇവർ പോകുമ്പോൾ ഇവരെ കൂടെ പോവുക, അവിടെ ആരാധിക്കുക, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ വന്നാൽ മതി. നിങ്ങൾക്ക് ബൈബിൾ വായിക്കണം എന്നുണ്ടെങ്കിൽ ബൈബിൾ വായിച്ചില്ല, ബൈബിളും വായിക്കണ്ട. അവിടെ ചർച്ചിൽ പറയുന്നത് എന്താന്ന് പറഞ്ഞത് കേട്ടാൽ മതി എന്നെല്ലാം പറഞ്ഞ് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് എല്ലാം ചെയ്തു. അപ്പൊ സുഖമില്ലാത്ത ഒരു വയസ്സായ അമ്മയുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാം ചെയ്തു. പിന്നെ എപ്പോ അവർ വിളിക്കും, ഇപ്പവും വിളിക്കും. ആ വയസ്സായ അമ്മ പറയും, അമ്മ എന്റെ സുക്കടെല്ലാം ഇപ്പൊ കുറഞ്ഞ്, ഞാൻ നടക്കാനെല്ലാം തുടങ്ങി, നല്ല ഉഷാറുണ്ട് ഇപ്പൊ എന്നൊക്കെ പറയും. അപ്പൊ ദൈവത്തിന്റെ ഒരു കഴിവ് നമ്മളെ നോക്കണ്ടേ. ഞാനന്ന് ഒറ്റയ്ക്കേ ഇല്ലു. എനിക്ക് അത്യാവശ്യം ഒന്ന് രണ്ട് കാര്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് അവിടെ നേരെ ഇങ്ങോട്ട് ബസ് കയറി വന്നതായിരുന്നു. അപ്പൊ ദൈവത്തിന് സാധ്യമില്ലാത്തതൊന്നുമില്ല. ദൈവത്തിന്റെ മകളായി ദൈവം ഏറ്റെടുത്ത് നമ്മൾ ദൈവത്തിനെ അറിഞ്ഞ് ആ ജീവനുള്ള ദൈവത്തിനെ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാല് എല്ലാം ദൈവത്തിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരുന്നുണ്ടെങ്കിൽ ആ ദൈവം അവിടെ വെച്ചിട്ട് അപ്പം അറിയും ചെയ്യും, അവിടെ ദൂതന്മാരെ എത്തിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിക്കും. മനുഷ്യനെ കൊണ്ട് സാധ്യമില്ലാത്തത് എൻ്റെ ദൈവത്തിന് സാധ്യം. ഞാൻ എപ്പോഴും പറയും, കർത്താവെ എനിക്ക് ഡോക്ടറും നീയാണ്, വൈദ്യനും നീയാണ്, എൻ്റെ മാതാപിതാക്കളും നീയാണ്. ഇതെല്ലാം ദൈവം തന്നെയാണ്. കർത്താവെ നീയാണ്. കർത്താവിന്റെ എപ്പോഴും ആ കുരിശ് തൂങ്ങിയ ആ രംഗം ഞാൻ എപ്പോഴും ഓർത്ത് കണ്ണീരിടുന്നു. ഒരു ദിവസം ഞാൻ കർത്താവിന് മുമ്പിൽ കർത്താവിന്റെ കാര്യത്തിൽ, എന്റെ കാര്യത്തിനല്ല, ഞാൻ കർത്താവിനെ ഇങ്ങനെ ഈ കുരിശ് തൂങ്ങിയത് ആലോചിക്കും ഞാൻ കണ്ണുനീരിടും. എന്റെ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി നീ രക്തം ചിന്തി, ചങ്കിലെ ചോര വരെ നമുക്ക് വേണ്ടി തന്നു. കർത്താവെ, അരുമനാഥ, നിന്റെ തേജസ്സിന് കാണുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി 3-ാം നാൾ നീ ഉയർന്ന് നീ കല്ലറയിൽ നിന്ന് പോകുമ്പോ കല്ല് മാറ്റി വെച്ച പോലെയാണ് ഞങ്ങളെല്ലാം ബുദ്ധിമുട്ട് എന്റെ മാറ്റി തരണം. ബദലേംകായ മറിയ കർത്താവിനെ കണ്ട പോലെ കർത്താവെ നിന്നെ കാണുവാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണേന്ന് പറഞ്ഞിട്ടില്ല പ്രാർത്ഥനയിൽ. എനിക്ക് മാത്രല്ല, എൻ്റെ തലമുറകൾക്കും, എൻ്റെ കുടുംബത്തിനും, എൻ്റെ അയൽവാസികൾക്കും, എന്നെ അറിയുന്നവർക്കും, ദൈവത്തിനെ അറിയാത്തവർ എത്രയോ പേരുണ്ട്. അവരെല്ലാം കർത്താവിനെ അറിഞ്ഞു വരണം. കർത്താവിന്റെ അത്ഭുതം ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. സൂര്യൻ ഉദിച്ചിറങ്ങുന്ന പോലെ കർത്താവെ നിന്റെ അത്ഭുതം നീ ഇറക്കണേ, കാണണം. കർത്താവിന്റെ ആ തേജസ്, കർത്താവിന്റെ ആ സൂര്യൻ ഉദിക്കുന്ന പോലത്തെ പ്രകാശം കാണും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് തെക്കുന്നും വടക്കുന്നും കിഴക്കുന്നും പടിഞ്ഞാറുന്നും കർത്താവിനെ അറിഞ്ഞു വരുവാൻ ഒഴുകി വരണം. ഇപ്പൊ ഒരു കർത്താവിനെ വിരോധിയായ ഒരാള്, ഒരു ദൈവമക്കൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, എന്താ കർത്താവെ, അവരെ ഹൃദയത്തിന്റെ ഉള്ളിൽ നീ ഒന്ന് തൊടണേ, നീ ഒന്ന് സ്പർശിക്കണേ. അവർ കർത്താവിനെ അറിഞ്ഞു വരണം. കർത്താവ് അവരങ്ങനെ നശിപ്പിച്ചു കളയല്ല. അവരെ മേത്ത് ആ പിശാശിയാണ് അത് ചെയ്യിപ്പിക്കുന്നത്. കർത്താവ് നീ ആ പിശാശിനെ അവിടെ നിന്ന് വിടിയിപ്പിച്ചിട്ട് അവരെ ഞങ്ങളിലേക്ക് കൊണ്ട് കർത്താവിന്റെ മക്കളായിട്ട് അവരെ ഏറ്റെടുക്കണം. കർത്താവ് അവര് ഇനിയും ദുഷ്ടന്മാരായിട്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവര് ദ്രോഹിക്കല്ലേ ചെയ്യുക. ആ പാപത്തിന്ന് അവരെ കർത്താവ് വിടിയിപ്പിക്കണേന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. ആ സമയത്ത് തക്ക സമയത്ത് എനിക്ക് അവര് വന്ന് കൊണ്ടുതരാനും എന്നെ താങ്ങി പിടിച്ചോണ്ട് നിൽക്കുന്ന ആ സ്ത്രീ
എൻ്റെ ആ വിയർപ്പ് കണ്ട് അവർ പോയിട്ട് ജ്യൂസ് മേടിച്ചു കൊണ്ടുവന്നു. ഞാൻ ഇതൊന്നും അറിയുന്നില്ല. എന്നെ തട്ടി വിളിച്ചിട്ട് ആ ജ്യൂസ് എനിക്ക് വായിലേക്ക് വെച്ച് തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ജ്യൂസ് കൊണ്ടുതന്ന് ഞാൻ കുറച്ച് നോർമലായപ്പോൾ അവര് പറഞ്ഞു എവിടെ പോകേണ്ടതെന്ന് ചോദിച്ചു. ഞാനപ്പോൾ ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ഒരു പ്രാർത്ഥനക്ക് പോയതാന്ന് പറഞ്ഞു. അപ്പൊ എന്താ പ്രാർത്ഥന എന്ന് ചോദിച്ചപ്പം പറഞ്ഞ് ഇങ്ങനെ, അപ്പൊ നമ്മളെ ദൈവമക്കളാണ് അവര് രണ്ടുപേരും. അങ്ങനെ അവരോട് സംസാരിച്ച് അപ്പൊ അവര് പറഞ്ഞ് നിങ്ങൾ ഇന്ന് ഞങ്ങളെ വീട്ടിൽ വരും, ഞങ്ങളെ മോന് വണ്ടി എടുത്ത് വരും, ഒരു ഓട്ടം കൊണ്ടുവരും, അതിൽ പോകാന്ന് പറഞ്ഞ് അങ്ങനെ അവരെ പരിചയമില്ലാത്ത അവര് അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അവരോട് ഒരു വിശ്വാസം തോന്നി. അവരെ വീട്ടിലേക്ക് ഇനി പെട്ടെന്ന് ഒരാൾ വിളിക്കുമ്പോൾ നമുക്കൊരു വീട്ടിലേക്ക് പോകാൻ ഒരു മടി ഉണ്ടാവുമല്ലോ, അറിയാത്തവരെ വിളിക്കുമ്പോൾ. അങ്ങനെ അവരെ വീട്ടിൽ പോയി ഞാൻ അവിടെ നിന്ന് അവരെ മക്കളും ചെറിയ മക്കളും എല്ലാം ഉണ്ട്, ഭർത്താക്കളും മകരും എല്ലാവരും ഉണ്ട്. എല്ലാവരും ദൈവവിശ്വാസികളാണ്. അതിൽ ഒന്ന് രണ്ട് ആൾക്കാർ അതിൽ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ അവരോടെല്ലാം സംസാരിച്ച് അന്ന് രാത്രി ഒരു ഭക്ഷണം തന്നു, അവിടെ കടന്നു. രാവിലെ ഞാൻ പറഞ്ഞു ഞാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല സിസ്റ്ററെ നിങ്ങൾ ഇന്ന് പോണ്ട, ഇവിടെ നിൽക്കണം, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം, നിങ്ങളും പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാന്നെല്ലാം പറഞ്ഞ് അവര് അങ്ങനെ വളരെ അറ്റ സ്നേഹത്തോട് പെരുമാറുമ്പോൾ ഞാൻ പറഞ്ഞു എന്നാ ശരി ഞാൻ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നു. പിന്നെ അവരെ അയൽവാസി വീടുകളിലെല്ലാം പോയി പരിചയപ്പെട്ടു. ഒന്ന് രണ്ടാൾക്കാരോട് സുവിശേഷം പറയാനുമായി. പിന്നെ ഒരു വയസ്സായ ഒരു അമ്മച്ചി ഉണ്ടായി. ആ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ എല്ലാം ചെയ്ത് അതിന്റെ പിറ്റേന്ന് ഞാൻ എൻ്റെ വിചാരിച്ച സ്ഥലത്തേക്ക് ഞാൻ പോയത്, എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയത്. അങ്ങനെ ഇന്നും അവരായിട്ട് ഞാൻ ആ ഫോൺ വിളിയും അവര് തുടർച്ചയായിട്ടും അവരെ ദൈവത്തിന് അറിയാത്ത ആൾക്കാർ അവരെ കുടുംബത്തിൽ 2-3 പേരുണ്ടായി. അവരെല്ലാം അറിഞ്ഞു, മോളെ ഭർത്താവും പിന്നെ അവരെല്ലാം ഉണ്ടായി. അവരെല്ലാം ദൈവത്തിന് അറിഞ്ഞു സ്വീകരിച്ചു. ആ വയസ്സായ അമ്മച്ചി ഇന്നും എന്നെ വിളിക്കും, മോളെ എനിക്ക് ക്ഷീണം മാറി, എൻ്റെ ഇപ്പൊ കുറച്ച് ഉഷാറായി, എൻ്റെ കാലിന്റെ വേദന കുറഞ്ഞ് എന്നെ പ്രാർത്ഥിക്കണമെന്ന് ഫോണിൽ കൂടെ എപ്പം വിളിക്കും. ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ ദൈവത്തിന് അറിയാൻ പറയും. അപ്പൊ പറയൂ എൻ്റെ മോള് വരുന്നില്ല, എൻ്റെ മരുവും വരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അതൊന്നും അറിയണ്ട, പോയി അയ്യോ അവരെന്നെ വിടൂല, ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ പുറത്താക്കി കളയും എന്നെല്ലാം പറയും. അപ്പൊ ഞാൻ പല പ്രാവശ്യം അവരോട് പറയും നിങ്ങൾ അറിയണം, ദൈവത്തിന് അറിയണം എന്നൊക്കെ പല പ്രാവശ്യം അവരോട് ഇപ്പം ഞാൻ വാക്ക് പറഞ്ഞ്. ഇന്നലെയും കൂടി ഞാൻ അവരോട് സംസാരിച്ച് ഈ കാര്യം പറഞ്ഞു ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അവർക്കും വളരെ സന്തോഷമായി. പിന്നെ അക്ക നിങ്ങൾ എപ്പോ വരുന്നത് അക്ക ഞങ്ങളുടെ അടുത്തേക്ക് എന്ന് പറയും. ഒരു കുറച്ച് ദൂരാണ്, ഇവിടുന്ന് ഒരു 10-60 കിലോമീറ്റർ ദൂരാണ് അവര്. അപ്പൊ ഒരുപാട് ദൂരാണ് ഉള്ളത്. അപ്പൊ ആരാധനക്ക് അവർ പോകുന്നുണ്ട്, ഇപ്പവും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ദൈവത്തിന് കഴിവില്ലാത്തത് ഒന്നുമില്ല. ദൈവത്തിന് എനിക്ക് ഷുഗർ കുറഞ്ഞ എൻ്റെ ദൈവത്തിന് അറിഞ്ഞു, ഞാൻ തളരുന്നത് എൻ്റെ ദൈവത്തിന് അറിഞ്ഞു, എൻ്റെ കൂടെ ആരും ഇല്ലാന്നില്ല ദൈവത്തിന് അറിഞ്ഞു. അപ്പൊ ദൈവം എന്താക്കി മറ്റുള്ളവരെ കൊണ്ടുവന്ന് ആ തക്ക സമയത്ത് നമ്മളെ കൈപിടിച്ചുയർത്തുന്നു. ഇത്ര ആർക്ക് പറ്റും? നമ്മളെ കുടുംബങ്ങൾ എവിടെയുണ്ട്, നമ്മളെ സുഹൃത്തുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ എവിടെയോ ഉണ്ട്. നമ്മൾ നിൽക്കുന്നിടത്തും പോകുന്നിടത്തും വരുന്നിടത്തും നടക്കുന്നിടത്തും എല്ലാം ദൈവത്തിന്റെ കാവല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാവലാണ് മുമ്പും പിമ്പും. കൈ പിടിച്ച് നടത്തുന്ന ഈ പൂരെ ഇരുട്ടിലും നമ്മളെ കൈ പിടിച്ച് ഒരു ഭയം കൂടാണ്ട് നടത്തുന്ന ദൈവം ഉണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മാത്രം. ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നല്ല, എടുക്കുന്നല്ല. ഈ ദൈവത്തിനെ രുചിച്ചറിഞ്ഞവര്, ഈ ദൈവത്തിന്റെ സ്നേഹം, ഈ ദൈവത്തിന്റെ കരുതല് രുചിച്ചറിഞ്ഞവര് ആ ദൈവത്തിന് ആരും നിന്ദിക്കില്ല, വീണ്ടും വീണ്ടും അടുക്കുകയും ചെയ്യും. നമ്മളെ അപ്പന്മാര് പുറത്തേക്ക് പോയിട്ട് വരുമ്പോ അവര് ഒരു ദിവസം മുട്ടായി കൊണ്ടുവന്ന് കാണിച്ചു തന്നാല് ദിവസം വരുമ്പോ ഓടിപ്പോവും. എന്താ കൊണ്ടുവന്ന ഇന്ന് എന്താ കൊണ്ടുവന്നേ എന്ന് പറഞ്ഞിട്ട് ചുറ്റോട് ചുറ്റും വട്ടം കറങ്ങും. അപ്പൊ ഒന്നുമില്ലാന്ന് മറ്റങ്ങ് പോകും. എന്തെങ്കിലോ പിറ്റേന്ന് അതിന്റെ കൂടുതൽ അവരോട് എന്റെ പപ്പ ഇപ്പൊ വരുമല്ലോ, ഇന്ന് വരുമ്പോ മുട്ടായി കൊണ്ടുവരും, ഇന്ന് വരുമ്പോ തിന്നാൻ കൊണ്ടുവരും എന്നില്ല. അതുപോലെ ദൈവത്തിനോട്, കർത്താവിനോട് ആശിക്കുന്ന, കർത്താവിന്റെ ഓരോ നന്മകൾക്കും ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് അപ്പനെ വിളിച്ച ഇപ്പം വരൂ, ഇപ്പം തരൂ, ഇന്ന് തരൂ, അപ്പം നാളെ തരൂ. ആ സമയത്ത് തക്ക സമയത്ത് അവിടെ തരൂ. അത് ഏലിയാവിന് കാക്കയില് ഭക്ഷണം എത്തിച്ച ദൈവം, ദൈവത്തിന് അറിഞ്ഞ് ദൈവത്തിന്റെ മകനും ആയിക്കഴിഞ്ഞാല് തരാണ്ട് നിൽക്കുവോ? അപ്പന് തരും. പക്ഷെ അറിയണം, ദൈവത്തിന്റെ എല്ലാതും അറിയണം.
ഇന്നിപ്പോ ദൈവത്തിന്റെ കുടുംബം തന്നെ ദൈവത്തിനറിഞ്ഞ ദൈവമക്കൾക്ക് അവർക്ക് നല്ല കാറുണ്ട്, അവർക്ക് വണ്ടിയുണ്ട്, ദൈവം അവർക്ക് വാരിക്കോരി കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. അതല്ല പറയേണ്ടത്. അപ്പൊ എന്താ പറയണ്ടേ? അതിലും വലിയത് എനിക്ക് തരാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കർത്താവ്. തരൂ. അത് സമയം വന്നിട്ടില്ല. സമയം വരുമ്പോ എടുത്തു തരൂ. അവർക്ക് കിട്ടിയ നമ്മൾ അസൂയല്ല പെടേണ്ടത്. ദൈവം ചൊങ്കും തോല് വെളുത്തതോ പിന്നെ പത്രാസോ പണമോ സ്വത്തോ മുതലോ ഇതൊന്നും അല്ല നോക്കുന്നത്. ദൈവത്തിന്റെ ആലയമാണ് നമ്മളെ ഹൃദയം. ദൈവത്തിന്റെ ആരാധന ആലയമാണ്. ഇതാണ് ദൈവത്തിന് വേണ്ടുന്നത്. നമ്മളെ സ്വത്തും പണവും ഇതൊന്നുമല്ല. ഈ ആത്മാവ്, ഇതൊരു ജഡാണ് ഈ കാണുന്നത്. ഇതിന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവാണ് ദാഹിക്കേണ്ടത് ദൈവത്തിനെ കാണാൻ. ആ ആത്മാവിനെ നമ്മൾ ആരാധിച്ച് കൊണ്ടു നടന്ന് ദാഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിനെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണാനോ ആരാധിക്കാനോ ആ ദാഹമാണ് നമുക്ക്. ആ ദാഹം തീർക്കുന്ന കർത്താവാണ്. അതാണ് എനിക്കില്ലേ ആഗ്രഹം. ഇനിയും ദൈവത്തിനെ കാണാനും ദൈവത്തിനോട് ആരാധിക്കാനും സ്തുതിക്കുവാനും കൂടുതൽ ഇനി അടുക്കാന് ദൈവം എന്താണ് വെച്ചിട്ടില്ലേ അതെല്ലാം ഞാൻ സഹിച്ചോളൂ. ദൈവം അങ്ങനെ കഷ്ടം തന്നല്ലോ, ഇങ്ങനെ കഷ്ടം തന്നല്ലോ എന്ന് ഞാൻ പറയുന്നില്ല. ദൈവം ഒന്ന് കണ്ടിട്ടാണ് നമുക്ക് തരുന്നത്. പിന്നെ പറയുമ്പോ പിന്നെ നമ്മളെല്ലാരും മനുഷ്യന്മാരല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാൻ എനിക്കതില്ല, എനിക്കിതില്ല, വിഷമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറയും മനുഷ്യന്. പക്ഷെ നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തിനെ ആരാധിക്കേണ്ടത് നമ്മളെ ഹൃദയമാണ്. ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ കോട്ട കെട്ടണം, ദൈവത്തിന്റെ ആരാധന ആലയമാക്കണം. തിരുഹൃദയം പോലത്തെ ഹൃദയമാക്കി തീർക്കണം. ഞാൻ അതേ പറയില്ലേ, കർത്താവെ നിന്റെ തിരുഹൃദയം പോലത്തെ ഹൃദയം ആക്കണം, എന്റെ ശുദ്ധീകരിക്കണം. ഞാന് കഴിഞ്ഞ കൊല്ലം ഒരു ഫാസ്റ്റിംഗ് പ്രയറിന് പോയിട്ടുണ്ടായി ഇവിടെ ബാംഗ്ലൂരിൽ. 21 ദിവസം അവിടെ നിന്നു. 21 ദിവസം ഫാസ്റ്റിംഗ് എടുത്തതാണ്. എനിക്കൊരു തടിക്കൊരു ക്ഷീണോ തളർച്ചയോ ഒന്നും ഉണ്ടായില്ല, വേദന പോലും ഇല്ല. അവിടുന്ന് 2 ദിവസമില്ലും തീരാന്. അന്ന് എനിക്കവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞിട്ട് ഞാൻ അവിടെ എല്ലാം ഓടിക്കളിക്കായിരുന്നു. ഓട്ടം ചാട്ടം, എൻ്റെ ലൈഫിലില്ലാത്ത ഓട്ടം ചാട്ടം ഉണ്ടായിരുന്നു. എല്ലാരും പറഞ്ഞു. ഞാൻ അങ്ങ് വീണുപോയി ഞാൻ. പിന്നെ എന്താ സംഭവം നടന്നെന്ന് എനിക്ക് തന്നെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ദൈവത്തിനെ കാണുന്നുണ്ട്. എന്നെ ആരിലോ വന്ന് കുറെ ഡോക്ടർമാർ പോലെ ആൾക്കാർ എടുത്തു കൊണ്ടുവന്നു ആ കടന്നടുത്തുനിന്ന്. ആരെല്ലോ എടുത്ത് തന്നെ പൊന്തിച്ച് കൊണ്ടുവന്നുണ്ട്, ഏതോ ഒരു ലോകത്തേക്ക് കൊണ്ടുവന്നു. കൊണ്ടുപോയി അവിടെ എന്നെ കീറുക മുറിക്കുക എന്തെല്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇതെല്ലാം ആരെ എന്നെ കീറും മുറിക്കും ചെയ്യുന്നത് എന്ന് എന്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ കർത്താവിനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ബോധം വന്നത്. അവര് പറയുന്നു അവര് പറയാ സിംഹം ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന പോലെ കളിക്കുന്നുണ്ട് ചൂറലും കൊണ്ട്. എത്രയോ ആൾക്കാരെ കൂട്ടത്തിന് ഞാൻ എല്ലാരും തട്ടിത്തെറിപ്പിച്ച് ഓടി എന്നാ പറയുന്നു. അവിടെ ആ ചർച്ചിലേക്ക് ശത്രുക്കൾ വരുന്നുണ്ട് അവിടെ. ആ ശത്രുവിന്റെ ഇതാണ് എനിക്ക് 2-3 ദിവസമായിട്ട് എനിക്ക് കണ്ടോണ്ടിരിക്കുന്നുണ്ട് അവിടുന്ന്. എന്റെ കാലൊന്നും നിലത്തല്ലായിരുന്നു, ഞാൻ നടക്കുന്നു ഇരിക്കുന്നല്ല. എനിക്ക് എന്റെ കർത്താവ് അവിടെ ഞാൻ നിൽക്കുന്നിടത്ത് ഞാൻ എങ്ങനെയാ ഓടിയത്, എന്റെ കയ്യിൽ ഒരു ബാള് തന്നത്. ഞാൻ ഓടി പുറത്തേക്ക് ഓടി എന്നാ പറയുന്നവര്. എന്തോട്ടാ ഓടിയത്.
ഞാൻ ചിരിക്കുക അവരോട്, നിങ്ങൾ വെറുതെ പറയുന്ന നുണ പറയുന്ന തന്നെ ഇല്ല, ഇങ്ങനെ ആയി എന്ന് പറയുന്നു. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരെ കൂട്ടത്തിന് ഇതാകുന്ന എനിക്ക്. നമ്മളെ വെണ്ണിക്കുളം ചർച്ച ഉണ്ടല്ലോ, വെണ്ണിക്കുളം എന്ന് പറയുന്ന അവിടുത്തെ ഒരു പാഷാണ് വന്ന് പ്രാർത്ഥിക്കുന്നത് അവിടെ ഉണ്ടായത് മീറ്റിംഗ്. അന്ന് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. എൻ്റെ തടിക്ക് എന്തൊരു ആരോഗ്യം എന്ന് പറയേണ്ടത്. ഈ വേദനകളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക്, ഞാൻ ചാടി കളിക്കുന്നതിന്. ദൈവത്തിന്റെ ഒരു കൃപയാ അത്. അവിടെ ആരാധനാലയിൽ പോയിട്ട് നമ്മൾ ചുരുണ്ടുകൂടി ഇരിക്കാൻ ദൈവം വിടൂല. അപ്പൊ ദൈവത്തിന് സാധ്യമില്ലാത്തതൊന്നുമില്ല. എൻ്റെ ദൈവത്തിനെ രുചിച്ചറിഞ്ഞു ഞാൻ. നമ്മളിപ്പോ ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാല് വേറൊരാൾ ഉണ്ടാക്കിയ ഭക്ഷണമാകുമ്പോൾ നമുക്ക് നല്ലൊരു രുചി ഉണ്ടാവും. ഓ നല്ല ടേസ്റ്റാന്ന് പറയും. നമ്മളുണ്ടാക്കിയ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ ദൈവം തരുന്ന ആ ഭക്ഷണത്തിന്റെ, ദൈവത്തിന്റെ ആ സ്നേഹം, അത് എന്തൊരു രുചിയാന്ന് പറഞ്ഞറിയിച്ചാൽ തീരാത്ത രുചിയാണ്. ഞാൻ 24 മണിക്കൂറല്ല, ഇനി 48 മണിക്കൂറും വേണ്ടി ദൈവത്തിന്റെ കാര്യം പറഞ്ഞ് ഞാൻ ഇരുന്നുള്ളൂ. ഒരു ഉറക്കവും ഉണ്ടാവില്ല, ക്ഷീണവും ഉണ്ടാവില്ല. എത്ര കയ്യുണ്ടാകട്ടെ, ഞാന് രാവിലെ കൃത്യം, ഞാന് എത്ര മരുന്ന് കുടിച്ച് കിടക്കട്ടെ, എത്ര ഉറക്കൊഴിഞ്ഞിട്ട് ഇരിക്കട്ടെ, ഞാന് കൃത്യം 3:30 മണി ഞാന് എണീക്കും. ഞനക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. ഞാൻ ഇന്നലെ മോന്തിക്ക് മരിക്കാൻ കടന്ന പോലെയല്ലോ കടന്നത്. മരിക്കാൻ കടന്ന പോലെ കടന്നത്. ഞാൻ നിരങ്ങി മൂണ്ട് കരഞ്ഞ് ഞാൻ കിടക്കുമ്പോ അങ്ങനെ കിടക്കും ഞാൻ. പക്ഷെ 4 മണി 3:30 മണിയാകുമ്പോക്കും അതൊന്നും ഉണ്ടാവില്ല. ഞാൻ പെട്ടെന്ന് അങ്ങ് എണീച്ചങ്ങ് പൊന്തല. അപ്പൊ ഞാൻ പറയും, ദൈവമേ നീ എന്നെ കൈ പിടിച്ച് എണീപ്പിക്കുന്നതിന് നന്ദി, പ്രഭാതം കാണുവാൻ എന്നെ ഒരുക്കി തന്നതിനായി നന്ദി കർത്താവേ എന്ന് മറ്റേ ഞാൻ എണീക്കും. എനിക്ക് തന്നെ തോന്നുന്നു, ഞാൻ അത്ഭുതം വിചാരിക്കും. അത്രയും ഓരോ നാളും ഓരോ ദിവസങ്ങളും നടത്തുന്ന ദൈവത്തിനെ നമ്മൾ എത്ര സ്തുതിക്കണം, എത്ര ആരാധിക്കണം. ആ ദൈവത്തിന്റെ ശരീരത്തിലെ ആ മുറിവ്, അവസാന നിമിഷം ആ കുന്തം കൊണ്ട് കുത്തുന്നത് എല്ലാം ആലോചിച്ചാല് നമ്മളെ ശരീരം തന്നെ അങ്ങ് വെന്തു ഉരുകി പോകുന്ന പോലത്തെ വേദനകളാണ്. കർത്താവിന്റെ ആ വേദന ആലോചിച്ചാൽ ഈ ലോകത്ത് ആരാ അങ്ങനെ വേദന സഹിച്ചിട്ടില്ലത്? ഏതൊരു ഗ്രന്ഥത്തിൽ, വേറെ ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ട് അങ്ങനെ? ഒന്നുമില്ല. കർത്താവ്, എൻ്റെ യേശുമിശിഹായി, എൻ്റെ അപ്പൻ, പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവ് എൻ്റെ ഹീരം പോലെ നടക്കും. അഗ്നിയായി ജ്വലിക്കുന്ന ദൈവം, അഗ്നിയാണ്. മൂസക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല വിശ്വാസത്തിന്റെ കരുത്തിന്റെ അഗ്നി. എന്നോട് എൻ്റെ കർത്താവ് പറഞ്ഞതാണ്, മൂസയുടെ കൂടെ എങ്ങനെ ഉണ്ടായി അതുപോലെ എൻ്റെ പൈതലിന്റെ കൂടെ ഞാൻ ഉണ്ടാവും. ആ വാക്ക് കേട്ടതിന് ശേഷം ഉണ്ടല്ലോ, എനിക്കിങ്ങനെ എൻ്റെ ശരീരം ഇങ്ങനെ കത്തി കേറുന്ന പോലത്തെ ഒരു ഇതാക്കിയായിരുന്നു കയറിയത്. കർത്താവിന് മുൾമുടി കെട്ടിയ ആ ദിവസം ഞാൻ കണ്ടെന്ന് എവിടെ ഇല്ലാത്ത സന്തോഷവും ആനന്ദവും. ഞാൻ പോയി നേരിട്ട് പാഷന്റെ അടുത്ത് പോയി പറഞ്ഞ ചർച്ചയിൽ, എനിക്ക് നാളെ ഈ ആഴ്ച തന്നെ അടുത്ത ഞാൻ പോയി പറഞ്ഞ തിങ്കളാഴ്ച, വെള്ളിയാഴ്ച അവിടെ ആരാധനയിൽ സ്ഥാനത്തിരിക്കുകയാണ്. എൻ്റെ വയറ്റിലൊരു മുഴ, ശരീരത്തിന് ഇതെല്ലാം വേറെ ഉണ്ട്, നിറച്ചു മുഴയുണ്ട്, എൻ്റെ മേത്തെല്ലാം മുഴയുണ്ട്, ഒരുപാട് മുഴയുണ്ട്. ആസ്പത്രി കൊണ്ടുപോയാല് ഒരു 10-60 സ്ഥലത്ത് ഓപ്പറേഷൻ ചെയ്ത് എടുക്കേണ്ടി വരും. എല്ലാരും പറയും, യോ ഈ മുഴ വെച്ചിട്ട് എന്തിനാ ഇരിക്കുന്ന നീ? ഞാനത് എൻ്റെ കർത്താവിലേക്ക് കൊടുത്തു. എൻ്റെ കർത്താവിലേക്ക് കൊടുത്തത് കർത്താവ് നോക്കിക്കോട്ടെ. എൻ്റെ വയറ്റിന്റെ ഈ നെഞ്ഞിന്റെ താഴെയിലെ കുഴീന്റെ അവിടെ വയറ്റിൽ വലിയൊരു മുഴയുണ്ട്. തൊട്ടാ ഭയങ്കര വേദനയാണ്. കാലില് മുഴ, പുറത്ത് മുഴ, എല്ലായിടത്തും മുഴയാണ് ശരീരത്തിൽ. അത് ന്യൂട്രസ് ഓവറിങ്ങെല്ലാം എടുത്തതിന്റെ ശേഷം വന്നതാ എനിക്ക്. അതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല.
അങ്ങനെ അവസാനം വയറ്റിൻ്റെ ഉള്ളിൽ വേദന, ഒരു സാധനം കഴിച്ചുകൂടാ എനിക്ക്. വയറ്റിൽ വേദനയായി വയറിൽ നിന്ന് പോയി ഞാൻ MRI സ്കാനിങ് എടുത്തപ്പോൾ പറഞ്ഞു പിത്തസഞ്ചിയിൽ മുഴയുണ്ട്, പിത്തസഞ്ചിനുള്ളിൽ എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത് എടുക്കണമെന്ന്. ഞാൻ പിന്നെ നാട്ടിലേക്ക് വന്നു. ഇവിടുന്ന് വേദന തുടർത്തി. ഒരു സാധനം എനിക്ക് വയറ്റിലോ, ഇവിടെയും പറഞ്ഞു അതുപോലെ തന്നെ 9.5% എത്തിയിട്ടുണ്ട്. ഇപ്പൊ പൊട്ടു എന്ന് പറഞ്ഞു. CT സ്കാനിങ് എടുക്കാൻ പറഞ്ഞു. ഞാനത് എടുക്കുമ്പോൾ ആ ഇഞ്ചക്ഷൻ ഇങ്ങനെ കുത്തി വെച്ചിട്ടാണ് എടുക്കുന്നത്. കുത്തി വെച്ചോണ്ട് സ്കാനിങ് എടുക്കുമ്പോൾ ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, കർത്താവേ, നിന്റെ കരങ്ങൾ എൻ്റെ വയറ്റിന്റെ മുഴ എൻ്റെ മുകളിലുണ്ടാവണേ. അതിൽ 9.5% ഉണ്ടാകാൻ പാടില്ല, 1% ഉണ്ടാകാൻ പാടില്ല. നിന്റെ കൃപയാണ്. നീ എൻ്റെ ആ കരങ്ങൾ എൻ്റെ കയ്യിൽ വെച്ച് എൻ്റെ മുഴേന്റെ മുകളിൽ വെക്കണം കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സ്കാനിങ് എടുക്കാം. എൻ്റെ കൂടെ ആരും വരാൻ, ഞാൻ ഏത് ഹോസ്പിറ്റലിൽ പോയാലും എൻ്റെ കൂടെ ആരും ഉണ്ടാവില്ല. ഞാൻ എല്ലാവർക്കും പോകും. എത്ര കഴിഞ്ഞില്ലെങ്കിൽ ആര് വിളിച്ചാലും ഡോക്ടർക്ക് കൊണ്ടുപോകാനും എടുക്കാനെല്ലാം ഞാൻ പോകും. അതിന് ദൈവം എൻ്റെ മനസ്സങ്ങ് മാറ്റൂ. അപ്പൊ തന്നെ പോടുന്ന് അങ്ങ് പറയും, ഞാൻ പോകും. പക്ഷെ എനിക്ക് പോകുമ്പോൾ ആരും ഉണ്ടാവില്ല, ഞാൻ മാത്രം. അപ്പൊ ഡോക്ടർ ചോദിക്കും, ആരാ രോഗി? ഞാൻ തന്നെ ഡോക്ടറെ എന്ന് പറയും. ഞാൻ തന്നെ എന്ന് പറയും, എൻ്റെ കർത്താവ് കൂടെ ഉണ്ട്. അങ്ങനെ ഈ MRI സ്കാനിങ് എല്ലാം എടുത്ത് പുറത്തേക്ക് വന്ന് ഇത് റിപ്പോർട്ട് വായിക്കും പറഞ്ഞു, മുഴ ചെറിയ ഒരു നമ്മളെ ചെറുപയറിനെ പോലത്തെ മുഴ നിറച്ച് മുന്തിരിങ്ങ കൊല പോലെ ഉണ്ട്, പൊട്ടുമൊന്നുമില്ല. പൊട്ടിയെ ഇപ്പൊ മരിക്കും എന്ന് പറഞ്ഞത്. പൊട്ടിയെ കഴിഞ്ഞാൽ നിങ്ങൾ ജീവിക്കൂല, മരിക്കും. ഇന്നും ഞാൻ 2.5 കൊല്ലമായി ജീവിക്കുന്നു. മുഴയുണ്ട് വയറ്റില്, പൊട്ടൂല. അത് എൻ്റെ കർത്താവ് പറയാണ്ട് പൊട്ടൂല. കർത്താവ് അങ്ങോട്ട് എടുക്കാൻ നേരത്തെ വേണ്ടിക്ക് പൊട്ടു, അത്രയും. അത് ഉറപ്പാ. എല്ലാരും പറയാം എൻ്റെ ശരീരത്തെ നിറച്ചില്ല മുഴകൾ കണ്ടിട്ട്. കാലിന്റെ മുട്ടിന്റെ മുകളിലില്ല 2 മുഴയുണ്ട്. കാലിന്റെ ഈ കടച്ചിലും വേദന ഇളകുമ്പോ അതിൽ കൂടെ മുഴ, ആ വേദന ഇളകും. എൻ്റെ കർത്താവിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. വേറെ ആരും കാണുന്ന പൈസ ഇല്ലവരാണെങ്കിൽ ഇതാക്കും, പോയിട്ട് ഇപ്പൊ എത്രയോ മുറിച്ചെടുത്തിട്ടുണ്ടാവും. ഞാൻ എൻ്റെ കർത്താവിലേക്ക് എന്ത് മുഴയുണ്ടെങ്കിലും ആ മുഴ കർത്താവിന്റെ ആ ആണിപ്പാടിന്റെ കരങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അലിഞ്ഞു പോകും. അത്രേ ഉള്ളൂ. നമ്മളെ വിശ്വാസത്തിൽ കരുത്തായിരിക്കും. വിശ്വാസം മാത്രം പറയാം, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കർത്താവ് ഉണ്ട്. ഞാൻ പോകുന്നിടത്തും വരുന്നിടത്തെല്ലാം കർത്താവിന്റെ കാവൽ, കർത്താവിന്റെ ദൂതന്മാരെ കാവൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞത്. കർത്താവ്, നീ എൻ്റെ കൈ പിടിച്ചോ, എന്നെ നടത്തണോ നീ എന്ന് മറ്റേ ഞാൻ അറിഞ്ഞു. എന്തായാലും ഇങ്ങനെ ഇത്രത്തോളം സംസാരിക്കാൻ കർത്താവ് എനിക്ക് ബലം തന്നതിനും ആയിട്ടും ബലവും ശക്തിയും തന്നെ, നാവ് കൊണ്ട് സംസാരിക്കാനും തന്നെ കർത്താവിനെ ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. പിതാവായ ദൈവത്തിനും പുത്രനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം പോലെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമ കർത്താവിൻ്റെ ദാസി പ്രിയ കുൽസു സിസ്റ്ററിൻ്റെ ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഭവിച്ചതായ വേദനകളും കടന്നുപോയതായ കഷ്ടതയുടെ തീച്ചൂളയുടെ ആ പാതകളും മറ്റൊരാൾക്കും പറയുവാനില്ലാത്ത അല്ലെങ്കിൽ സമാനതകളില്ലാത്ത അനുഭവങ്ങളിലൂടെ കയറിയിറങ്ങിയപ്പോൾ മാനുഷികമായി നോക്കിയാൽ എല്ലാവരാലും കൈവിടപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട് സഹായിക്കുവാൻ കരങ്ങൾ നീട്ടിയവരൊക്കെ പിന്നീട് പിന്മാറിയപ്പോൾ വിളിച്ച ദൈവം കൈവിടാതെ അന്ത്യത്തോളം ഇന്നയോളം കൂടെയിരുന്ന് വഴി നടത്തുന്ന ആ ദൈവത്തിൻ്റെ മഹാസ്നേഹം എത്ര വലുതാണ് എന്ന് ഞാൻ ഓർത്തു പോവുകയായിരുന്നു. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുവാൻ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ആണെന്നോ പെണ്ണെന്നോ ഏത് ഭാഷക്കാരനെന്നോ ഏത് വേഷക്കാരനെന്നോ ഏത് ദേശക്കാരനെന്നോ ഏത് വിഭാഗത്തിൽപ്പെട്ടവനെന്നോ ദൈവത്തിന് വ്യത്യാസമില്ല. കാരണം സകല മനുഷ്യരെയും ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും
സൃഷ്ടിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളാണ് സകല മനുഷ്യരും എന്നതുകൊണ്ട് ദൈവം തൻ്റെ മക്കളെ ദൈവത്തിന് വേണ്ടി വിളിച്ച് വേർതിരിച്ച് അവരെ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കുന്നു. പ്രിയ കുൽസു സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തിക്ത അനുഭവങ്ങൾ, വേദന നിറഞ്ഞ അനുഭവങ്ങൾ ഒക്കെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് മാത്രം തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആ വലിയ സന്തോഷം, ആ നിത്യത പ്രാപിക്കുവാൻ കർത്താവിൻ്റെ ദാസിക്ക് ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ജനിച്ചു വളർത്തപ്പെട്ടതായ ആ വിശ്വാസ പശ്ചാത്തലത്തിൽ നേരിട്ടതായ തിക്ത അനുഭവങ്ങളെക്കുറിച്ച് പങ്കുവെക്കുകയുണ്ടായി. എന്നാൽ അവിടെ വെച്ച് തന്നെ അവിടെ നിന്ന് കേട്ടതായ യേശു കർത്താവിനെ കുറിച്ചുള്ളതായ ആ ഒരു ചിന്ത ഹൃദയത്തിൽ വേരൂന്നുവാൻ ഇടയായി തീർന്നു. മറ്റ് ആർക്കുമില്ലാത്ത പ്രത്യേകത യേശുവിനുണ്ട് എന്ന് അവിടെ വച്ച് തിരിച്ചറിഞ്ഞു. അവിടെ വച്ച് കേട്ടതായ കഥകൾ, കാര്യങ്ങൾ, പഠനങ്ങളൊക്കെ തന്നെ ആ യേശുവിങ്കിലേക്ക് ശ്രദ്ധ തിരിക്കുവാനും ആ യേശുവിനെ കൂടുതലായി അറിയുവാനും ഇടയായി തീർന്നു. ഇന്നും ഇക്കാര്യങ്ങൾ വിവിധ മതസ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് ഈ സത്യം തിരിച്ചറിഞ്ഞ് ആ സത്യാന്വേഷിയായിട്ട് പുറത്തിറങ്ങി വരുവാൻ തക്കവണ്ണം പലർക്കും കഴിയാതെ പോകുന്നു. എന്നാൽ പ്രിയ സിസ്റ്ററിന് അങ്ങനെയൊരു അനുഭവം ദൈവം തന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ സിസ്റ്ററിനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്ക് സമാനതകളായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ ക്ഷീണിച്ചു പോകാതെ ദൈവത്തിന് നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ, വിടുവിപ്പാൻ, സഹായിപ്പാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിലും നിങ്ങളോട് കൂടെ ഇരുന്ന് ദൈവത്തിന് നിങ്ങളെ ജയകരമായി ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാൻ കഴിയുമെന്നുള്ളതായ ഒരു വിശ്വാസത്തിലേക്ക് വരുവാൻ തയ്യാറാകുമെങ്കിൽ തീർച്ചയായിട്ടും ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ എന്നെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. സമർപ്പിച്ച ഒരു നിമിഷം നാം പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ. അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രിയ കർത്താവിൻ്റെ ദാസി ചുരുക്കം വാചകങ്ങളിൽ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. രാജാതിരാജനായ വിരാളി വീരനായ ദൈവമേ, പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, കർത്താവേ, ഈ ലോകത്തിന്റെ പ്രകാശമാണല്ലോ നാഥ, ഈ ലോകത്തിന്റെ വെളിച്ചമായ നാഥ, നീയാണ് വഴി കാട്ടുന്നത്. കർത്താവെ, പാഷും കുടുംബവും അരോമ ടിവിയും എല്ലാ ഇത് കേൾക്കുന്ന മക്കൾക്കും കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, നിന്റെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, നീ അവിടുന്ന് കാത്ത് രക്ഷിക്കുമാറാകണേ കർത്താവെ. ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ വേദനകളും നൊമ്പരങ്ങളും അറിയുന്ന നീയാണ് കർത്താവെ. ആ വേദന എന്താണെന്ന് അറിയുന്നത് മാറ്റുവാൻ മതിയായവനാണ് കർത്താവെ. മുറിവുകൾ ഉണ്ടെങ്കിൽ ആ മുറിവിനെ കർത്താവെ നീ അവിടെ നിന്റെ കരങ്ങൾ കൊണ്ട് തടയി ആ മുറിവ് അവിടെ നിന്ന് സൗഖ്യമാക്കുക. കുരുടന് കാഴ്ച കൊടുത്തതാണല്ലോ നാഥ. ലാസറിനെ 4-ാം നാള് നാറിയാലും നീ വിളിച്ചപ്പോ ലാസർ എണീച്ചു വന്നാൽ ആ വിളി, അങ്ങനത്തെ ഒരു വിളി ഞങ്ങൾക്കും കേൾക്കുവാൻ ഞങ്ങൾ കൊതിച്ചിരിക്കുന്നു നാഥ. കർത്താവെ, നീ ജീവനുള്ള ദൈവമാണ് കർത്താവെ. നിന്റെ സാന്നിധ്യമാണ് ഈ തിളങ്ങുന്നത്. ഈ ലോകം മുഴുവനും നിന്റെ സാന്നിധ്യം, നിന്റെ പ്രകാശമാണ് നാഥ. കാറ്റും വെയിലും തണുപ്പും കരയും കടലും എല്ലാം നിന്റേതാണ് കർത്താവെ. ഇന്നും ആ കടലില് കോരിയാലും വാരിയാലും തീരാത്ത മീന് നിന്റേതാണല്ലോ നാഥ. നീ അതുപോലെ ഈ ലോകത്തിലെ ജനങ്ങളെല്ലാം നിന്നറിയുവാനും നിന്റെ മുമ്പിൽ മുട്ടുകുത്തുവാനും നീ അവർക്ക് അനുഗ്രഹിക്കുമാറാവണേ കർത്താവെ. നിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടാവണേ കർത്താവെ. നിന്റെ കൃപ കൂടെ ഉണ്ടാവണേ കർത്താവെ. നിന്റെ അത്ഭുതങ്ങൾ കൂടെ ഉണ്ടാവണേ കർത്താവെ. നീ അവിടുന്ന് അത്ഭുതപുത്രനായിട്ട് നീ ഇറങ്ങി വരണേ കർത്താവെ. നിന്നെ കാണുവാൻ വേണ്ടി ഞങ്ങളെല്ലാം കൊതിച്ചിരിക്കുന്ന നാഥ, കൊതിച്ചിരിക്കുന്ന നാഥ, കൊതിക്കുന്ന നാഥ. നിന്റെ മറ്റുള്ള സ്വരങ്ങളൊന്നും കേൾക്കണ്ട നാഥ. ഞങ്ങളെ ചുവട്ടില് നിന്റെ സ്വരം മാത്രം കേട്ടാൽ മതി നാഥ. കഥാ നിന്റെ സ്വരത്തിനെ ഞങ്ങൾ കാത്തിരിക്കുന്നത്, ഞങ്ങൾ ചുവടൊത്തിരിക്കുന്നത് കർത്താവേ. നിന്റെ രൂപമാണ് ഞങ്ങൾക്ക് കാണേണ്ടത്.
നിന്റെ തേജസ്സാണ് ഞങ്ങൾക്ക് കാണേണ്ടത് കർത്താവേ. നിന്റെ അത്ഭുതത്തിന്റെ വെളിച്ചമിറങ്ങണേ. നീ ആകാശത്ത് നിന്ന് പൊൻകച്ച കെട്ടി ഇറങ്ങി വരുന്നത് കാണുവാൻ കൊതിച്ചിരിക്കുന്നു നാഥ. നീ വേഗം വരണേ നാഥ. പിതാവായ ദൈവവും പുത്രനായ യേശുക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെ ഗീതപ്രകാരം ഞങ്ങളെ നടത്തുമാറാവണേ കർത്താവേ. എന്നേക്കും നിന്റെ വരവിനെ കാത്തിരിക്കുന്നു നാഥ. നിന്റെ സാന്നിധ്യം മതി നാഥ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും അതുപോലെ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ആമേനെ കന്നഡ മാത്രം പഠിച്ചു വളർന്നതായ ഒരു വ്യക്തി മലയാളത്തിൽ വളരെ ഭംഗിയായിട്ട് സംസാരിക്കുവാൻ സമയം വേർതിരിച്ചത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസിയെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യ ദീർഘായുസ്സും ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളോടുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയായി തീരുമാറാകട്ടെ. മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുക. ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.